പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ രണ്ടാമത്തെ മൊഡ്യൂളാണ് ഇത്. 6th സെമസ്റ്റർ BA സോഷ്യോളജിയുടെ റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്ന പേപ്പറിൻ്റെ രണ്ടാമത്തെ മൊഡ്യൂളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇച്ചിരി കൂടുതൽ സ്ലൈഡുകളുണ്ട്, ഒന്ന് ശ്രദ്ധിക്കുക. ചെറിയ ചെറിയ കാര്യങ്ങളെ പറയുന്നുള്ളൂ, വളരെ ഷോർട്ടായിട്ട് കാര്യങ്ങൾ പറയുന്നുള്ളൂ. പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ ശ്രമിക്കുക. കൂടുതൽ വൈഡായ കാര്യങ്ങൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയിൽ നിന്ന് എഴുതി ഉണ്ടാക്കാൻ ശ്രമിക്കുക. രണ്ടാമത്തെ മൊഡ്യൂളിൻ്റെ പേരാണ് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡ്സ് എന്നാണ് നമ്മൾ രണ്ടാമത്തെ മൊഡ്യൂളിൻ്റെ പേര്. നമ്മൾ ഒന്നാമത്തെ മൊഡ്യൂൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, എടുത്ത് കാണാവുന്നതാണ്. എല്ലാ മൊഡ്യൂൾസിൻ്റെയും അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ അതിൻ്റെ 1, 2, 3 മൊഡ്യൂൾസിൻ്റെ ലിങ്ക് ഉണ്ടാവും, എടുത്ത് കാണാവുന്നതാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാവുന്നതാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. ചാനൽ എന്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്കൊരു മോട്ടീവ് എന്ന രീതിയിൽ എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ഭാഗം അത് പറയുന്നത് നോക്കാം. മൊഡ്യൂൾ 2 ആണ്. അതിൻ്റെ പേര് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡ്സ് എന്നുള്ളതാണ്. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്, അതുപോലെ തന്നെ കേസ് ആൻഡ് പോപ്പുലേഷൻ സർവേ, ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് സർവേ, ക്രോസ് സെക്ഷണൽ സർവേ, ലോഞ്ചിറ്റ്യൂഡിനൽ സർവേ, കോറിലേഷൻ സർവേ. ഈ ഒരു ഭാഗമാണ് നമ്മൾ ഇതിനകത്ത് ചർച്ച ചെയ്യുന്നത് കേട്ടോ. ആദ്യത്തെ ഭാഗത്ത് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്നുള്ള ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്യുന്ന ഭാഗം എന്താണ്, കേസ് ആൻഡ് പോപ്പുലേഷൻ സർവേ. അതുപോലെ ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് സർവേസ് പറയുന്നുണ്ട്, ക്രോസ് സെക്ഷണൽ സർവേ പറയുന്നുണ്ട്, ലോഞ്ചിറ്റ്യൂഡിനൽ സർവേ പറയുന്നുണ്ട്, കോറിലേഷൻ സർവേയാണ് ഇതിനകത്ത് പറയുന്നുണ്ടാവുക. നോക്കാം നമുക്ക് എന്താണ് ആദ്യം നമ്മൾ നോക്കുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്നുള്ള ഭാഗമാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്താണെന്നുള്ളതാണ്. നമുക്ക് വിശകലന വിധേയമാക്കുന്ന പ്രതിഭാസവുമായി ബന്ധപ്പെട്ട പരിമാണാത്മകമായ വിവരങ്ങൾ ശേഖരിക്കുന്ന രീതിയാണ് ക്വാണ്ടിറ്റേറ്റീവ് ഗവേഷണം. അതായത് എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ശേഖരിക്കുന്ന രീതിയെ പറയുന്ന പേരാണ് എന്ത്, ക്വാണ്ടിറ്റേറ്റീവ് ഗവേഷണമായിട്ട്. ഇത് എണ്ണിത്തിട്ടപ്പെടുത്താൻ മീൻസ് നമുക്ക് എന്ത് ചെയ്യാം, അളന്ന് അതിൻ്റെ കാര്യങ്ങൾ എണ്ണസംഖ്യയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറയാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത്. നിരീക്ഷണങ്ങളുടെ ഒരു പ്രതിഭാസവുമായി ബന്ധപ്പെട്ട അളവുകളും എണ്ണങ്ങളുമാണ് പരിമാണാത്മക പഠനങ്ങളിൽ ശേഖരിക്കുന്നത്. അത് പരിമാണാത്മക ശേഖരിക്കുന്ന എന്ത് കാര്യങ്ങളാണ്, നിരീക്ഷണങ്ങളുടെ ലഭിക്കുന്ന ഒരു പ്രതിഭാസവുമായി ബന്ധപ്പെട്ട അളവുകളും എണ്ണങ്ങളുമാണ് അതിനകത്ത് ഉണ്ടാവുക എന്ന് പറയുന്നുണ്ട്. ശാസ്ത്രീയ ഗവേഷണത്തിൽ നിന്നും ലഭിക്കുന്ന അറിവുകൾ പുനഃപരിശോധനകൾക്ക് വിധേയമാക്കാവുന്നവയാണ്. അതായത് ഇതിനകത്ത് പറഞ്ഞു വെച്ചാൽ നമുക്ക് ശാസ്ത്രീയപരമായിട്ട് നമ്മൾ എണ്ണിത്തിട്ടപ്പെടുത്തി ലഭിക്കുന്ന കാര്യങ്ങൾ നമുക്ക് പുനഃപരിശോധനയ്ക്ക് വിധേയമാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിവിടെ ശാസ്ത്രീയപരമായ ഗവേഷണത്തിൽ നിന്നും ലഭിക്കുന്നത്. അവിടെ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, ശ്രദ്ധിക്കുക. നിങ്ങൾ മിസ്റ്റേക്കുകളൊക്കെ ക്ഷമിക്കുന്ന കരുതുകയാണ്. ചെറിയ മിസ്റ്റേക്കുകൾ വന്നേക്കാം, ടൈപ്പിംഗ് മിസ്റ്റേക്കൊക്കെയാണ്. നോക്കാം നമുക്ക്. ഏതായാലും ശാസ്ത്രീയ ഗവേഷണത്തിൽ നിന്ന് ലഭിക്കുന്ന അറിവുകൾ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കാവുന്നവയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇത്രയുള്ള ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് പറഞ്ഞാൽ അത്രേ പറയുന്നുള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പരിമാണാത്മകപരമായ രീതിയിൽ, അതായത് എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ അക്കങ്ങളുടെ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് രേഖപ്പെടുത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത്. നമ്മൾ നോക്കുന്നത് കേസ് ആൻഡ് പോപ്പുലേഷൻ എന്താണെന്നുള്ളതാണ് നോക്കുന്നത്. സെൻസസ് ആൻഡ് പോപ്പുലേഷൻ എന്നുള്ളതാണ്, കേസ് അല്ല, സെൻസസ് ആൻഡ് പോപ്പുലേഷൻ എന്നുള്ള ഭാഗമാണ്. സാമൂഹിക പ്രാധാന്യമുള്ള വിഷയങ്ങളെ അടിസ്ഥാനമാക്കി നടത്താറുള്ള വിപുലമായ വിവരശേഖരണ രീതിയാണ് സാമൂഹിക പര്യവേക്ഷണങ്ങൾ. അപ്പോൾ സാമൂഹിക പര്യവേക്ഷണം എന്ന് പറഞ്ഞാൽ സാമൂഹിക പ്രാധാന്യമുള്ള വിഷയങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു, കൂടുതലായിട്ട് വിപുലമായിട്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കുന്ന, അല്ലെങ്കിൽ ആദ്യം നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്ന രീതിയാണ്. സാമൂഹിക പ്രാധാന്യമുള്ള വിഷയങ്ങൾ അടിസ്ഥാനമാക്കി നടത്താറുള്ള വിപുലമായ വിവരണ ശേഖരണ രീതിയാണ് സാമൂഹിക പര്യവേക്ഷണങ്ങൾ എന്ന് പറയുന്നുണ്ട്. ഒരു സെൻസസ് അന്വേഷണം എന്നത് പൂർണ്ണമായ കണക്കെടുപ്പാണ്. ജനസംഖ്യയിലെ എല്ലാ വസ്തുക്കളുമാണ് അതിനകത്ത് ഉണ്ടാവുക എന്ന് പറയുന്നത്. അതായത് പൂർണ്ണമായ സംഖ്യ അല്ലെങ്കിൽ കണക്കെടുപ്പാണ് ഈ സെൻസസ് എന്ന് പറയുന്നത്. ഒരു ജനസംഖ്യയിലെ, അതിനകത്ത് സ്റ്റാൻസ് പറയുകയാണ്, ഒരു ജനസംഖ്യയിലെ എല്ലാ അംഗങ്ങളെയും നേരിൽ കണ്ട് വിവരശേഖരണം നടത്തുന്ന രീതിയാണ് സെൻസസ്. അതായത് നമുക്കൊരു സെൻസസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓരോരുത്തരെയും നമ്മളെന്തെങ്കിലും പോയി കാണുന്നുണ്ട് അല്ലേ, അവരിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും വേണ്ട വിവരങ്ങൾ നേടിയെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. പഠന മേഖല ചെറുതാണെങ്കിൽ മാത്രമേ ഈ രീതി പ്രയോജനം ആവുകയുള്ളൂ. അത് നമ്മൾ സെൻസസ് ആവുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇന്ത്യ മൊത്തം ചെയ്യാനുള്ളതല്ലേ എന്നുള്ളത്. പക്ഷെ അത് നമ്മൾ പല ഘടകങ്ങളാക്കി, പല ചെറിയ തട്ടുകളാക്കിയിട്ട് വിഭജിക്കണ്ടല്ലോ. അപ്പോൾ അത് ഓക്കെയാണ്, അപ്പോൾ അത് ചെയ്യാൻ പറ്റും അല്ലേ. അതായത് ചെറിയ പഠന മേഖലകളിൽ മാത്രമേ നമുക്ക് എന്ത് നടക്കുള്ളൂ എന്ന് മനസ്സിലാക്കി വെക്കാം, സെൻസസ് നടക്കുള്ളൂ എന്ന് മനസ്സിലാക്കി വെക്കാം. പരിമാണപരമായ വിവരങ്ങൾ ശേഖരിക്കുവാൻ കഴിയുന്ന എന്നതും അടിയന്തര ശ്രദ്ധ ആവശ്യമായ വിഷയങ്ങൾ പഠനവിധേയമാക്കാൻ കഴിയും എന്നതുമാണ് പര്യവേക്ഷണത്തിന്റെ ഗുണം. അതായത് നമ്മുടെ സെൻസസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്,
പഠന മേഖല ചെറിയതാണ് മാത്രമേ അത് പറ്റുള്ളൂ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പരിമാണം പരമായ വിവരങ്ങൾ ശേഖരിക്കുവാൻ കഴിയുന്നു എന്തും അടിയന്തര ശ്രദ്ധ ആവശ്യമായ വിഷയങ്ങൾ പഠന വിധേയമാക്കാൻ കഴിയും എന്നതുമാണ് പര്യവേക്ഷണത്തിന്റെ ഗുണം എന്ന് പറയുന്നുണ്ട്. അതായത് നമുക്ക് പെട്ടെന്ന് ആവശ്യമായിട്ടുള്ള പെട്ടെന്ന് എവിടെയെങ്കിലും മാറ്റങ്ങളോ കാര്യങ്ങളോ കൊണ്ടുവരേണ്ട വിവരം ഉണ്ടെങ്കിൽ അവിടെ അത് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ സെൻസസിന്റെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത് കേട്ടോ. നോക്കുന്നത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സർവേസ് ആണ്. അതിനകത്ത് ഒന്നാമത് നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ ക്രോസ് സെക്ഷണൽ സർവേ എന്നുള്ള ഭാഗം. ക്രോസ് സെക്ഷണൽ സർവേന്റെ ഭാഗത്ത് ക്രോസ് സെക്ഷണൽ സർവേ എന്നുള്ള നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ക്രോസ് സെക്ഷണൽ സർവേ ഒരു സമയത്ത് താല്പര്യമുള്ള ഒരു ജനസംഖ്യയെ കുറിച്ച് അനുമാനങ്ങൾ ഉണ്ടാക്കാൻ ഡാറ്റ ശേഖരിക്കുന്നു. അതായത് നമുക്ക് ഒരു ഭാഗത്തെ കുറിച്ച് ചില അനുമാനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചില ഹൈപ്പോത്തിസുകൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്ന ഒരു സിസ്റ്റമാണ് ക്രോസ് സെക്ഷണൽ സർവേ എന്ന് പറയുന്നത്. ക്രോസ് സെക്ഷണൽ സർവേകളെ അവർ ഡാറ്റ ശേഖരിക്കുന്ന ജനസംഖ്യയുടെ യഥാർത്ഥ ചിത്രങ്ങൾ ആയി വിവരിക്കപ്പെടുന്നു. അതായത് നമ്മൾ എവിടെ നിന്നാണോ വിവരങ്ങൾ ലഭിക്കുന്നത് അല്ലെങ്കിൽ നേടിയെടുക്കുന്നത് അതിന്റെ യഥാർത്ഥമാണ് എന്നുള്ള രീതിയാണ് അവിടെ പറയുന്നത്. ഇത് പറയുന്നത് ക്രോസ് സെക്ഷണൽ സർവേകൾ കാലാകാലങ്ങളിൽ ആവർത്തിക്കാം. അതായത് എന്ത് ചെയ്യാം, വീണ്ടും വീണ്ടും ഉപയോഗപ്പെടുത്തിയേക്കാം എന്ന് പറയുന്നുണ്ട്. ക്രോസ് സെക്ഷണൽ സർവേകളും ഒരു ജനസംഖ്യയെ വിലയിരുത്താൻ ഉപയോഗിക്കാം. ഒരു നിർദ്ദിഷ്ട സംബന്ധിയായ സമ്പ്രദായങ്ങൾ, മനോഭാവങ്ങൾ, അറിവ്, വിശ്വാസങ്ങൾ, സംഭവം തുടങ്ങിയവ പരിശോധിക്കുന്നതിന് ഉപയോഗിക്കാം. അതായത് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പരിശോധിക്കാനായിട്ട് എന്ത് ഉപയോഗിക്കാം, ക്രോസ് സെക്ഷണൽ സർവേസ് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നുണ്ട്. രണ്ടാമത്തെ പാരഗ്രാഫ് നോക്കുക. ക്രോസ് സെക്ഷണൽ സർവേകൾ കാലാകാലങ്ങളിൽ ആവർത്തിക്കാം. അതായത് നമുക്ക് എന്ത് ചെയ്യാം, മാറ്റങ്ങൾക്ക് വിധേയമാക്കിയിട്ട് അത് വീണ്ടും 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 നടത്താം എന്ന് പറയുന്നുണ്ട്. ക്രോസ് സെക്ഷണൽ സർവേകളും ഒരു ജനസംഖ്യയെ വിലയിരുത്താൻ ഉപയോഗിക്കാം. അതായത് ക്രോസ് സെക്ഷണൽ സർവേ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ജനസംഖ്യയുടെ ഭാഗമാണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറയാനായിട്ട് പറ്റും. ഒരു നിർദ്ദിഷ്ട സംബന്ധിയായ സമ്പ്രദായങ്ങൾ, മനോഭാവങ്ങൾ, അറിവ്, വിശ്വാസങ്ങൾ, സംഭവം തുടങ്ങിയവ പരിശോധിക്കുന്നതിന് ഉപയോഗിക്കാമെന്ന് ക്രോസ് സെക്ഷണൽ സർവേസ് പറയുന്നുണ്ട്. ക്രോസ് സെക്ഷണൽ സർവേകൾ അവസ്ഥയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ ഉപയോഗിക്കാം. അതായത് ആ മനുഷ്യന്മാരുടെ അല്ലെങ്കിൽ ആ സമൂഹത്തിന് ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ടൊന്ന് ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ട്. സാധ്യമായ സാമൂഹിക സാമ്പത്തിക നില, അതേപോലെ തന്നെ മയക്കുമരുന്ന് ഉപയോഗം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനും ഉപയോഗിക്കാറുണ്ട്. അതായത് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക്, അതായത് സാമ്പത്തിക സ്ഥിതി അല്ലെ സാമ്പത്തിക നില അറിയിക്കാൻ, അതുപോലെ തന്നെ മയക്കുമരുന്നിന്റെ ഉപയോഗം കാര്യങ്ങളൊക്കെ അറിയുവാനൊക്കെ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, ഈ ക്രോസ് സെക്ഷണൽ സർവേസ് ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് അതിന് മറ്റൊരു കാര്യമായിട്ട് പറയുന്നത് കേട്ടോ. പക്ഷെ നമ്മൾ നോക്കുന്ന ഫീച്ചേഴ്സ് ഓഫ് ക്രോസ് സെക്ഷണൽ സർവേ ആണ്. ക്രോസ് സെക്ഷണൽ സർവേയുടെ ഫീച്ചേഴ്സ് പറയാണ്. അവ ഒരു തരം നിരീക്ഷണ പഠനമാണ്. അതിൽ ഇടപെടലില്ല, കേവലം അന്വേഷണം മാത്രമാണ്. അതായത് ഒരു കേവലം അന്വേഷണങ്ങൾ മാത്രമാണ് എന്ത് ക്രോസ് സെക്ഷണൽ സർവേസ് ആയിട്ട് പറയുന്നത്. മറ്റാൾക്കാരുടെ ഇടപെടലുകളോ അല്ലെങ്കിൽ ആവശ്യങ്ങളോ ഒന്നും അതിനകത്ത് പറയുന്നില്ല. എന്ത് ചെയ്യണം, ഇതിനകത്ത് ഒരു നിരീക്ഷണം മാത്രമാണ് നടക്കുന്നത്, ക്രോസ് സെക്ഷണൽ സർവേസിനകത്ത് നടക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞത്. രണ്ടാമത്തെ ഭാഗം പറയണം, അവർക്ക് നിലവിലുള്ളതും ജനപ്രിയവുമായ ഒരു ജനസംഖ്യയുടെ സവിശേഷതയുണ്ട് അല്ലെ. അതായത് ആ ക്രോസ് സെക്ഷണൽ സർവേ നമ്മൾ നടത്തിയ ആ ഒരു ഭാഗത്തിന് എന്തുണ്ട് അല്ലെ, നിലവിലുള്ളതും ജനപ്രിയവുമായ ഒരു ജനസംഖ്യയുടെ സവിശേഷതയുണ്ട് അല്ലെ. ആ ജനസംഖ്യയുടെ ഒരു സവിശേഷത മുഴുവനായിട്ട് ആ ക്രോസ് സെക്ഷണൽ സർവേ നടക്കുന്ന ഭാഗത്ത് ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. പക്ഷേ അവ വേരിയബിളുകൾ കൈകാര്യം ചെയ്യുന്നില്ല. അതായത് പലതരത്തിലുള്ള വേരിയബിളുകൾ കൈകാര്യം ചെയ്യുന്നില്ല എന്നുള്ള പറയുന്നുണ്ട്. അപ്പോൾ തന്നെ വിവിധ ഘടകങ്ങൾ പരിശോധിക്കാൻ ഗവേഷകൻ അവ ഉപയോഗിക്കുന്നത്. അതായത് ലൈക്ക് ഏജ്, എഡ്യൂക്കേഷൻ, ഇൻകം ആൻഡ് ജെൻഡർ അല്ലെ. ഈ കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താൻ അല്ലെങ്കിൽ അന്വേഷിക്കാൻ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, ക്രോസ് സെക്ഷണൽ സർവേസ് ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. നോക്കാം. അവ ഒരു തരം നിരീക്ഷണ പഠനമാണ്. അതിൽ ഇടപെടലില്ല, കേവലം അന്വേഷണം മാത്രമാണ്. അവർക്ക് അല്ലെ നിലവിലുള്ളതും ജനപ്രിയവുമായ ഒരു ജനസംഖ്യയുടെ സവിശേഷതയുണ്ട്. അവയെ വേരിയബിൾ കൈകാര്യം ചെയ്യുന്നില്ല. വിവിധ ഘടകങ്ങൾ പരിശോധിക്കാൻ ഗവേഷകൻ അവ ഉപയോഗിക്കുന്നത്. അതായത് ഏതുപോലെ ലൈക്ക് ഏജ്, എഡ്യൂക്കേഷൻ, ഇൻകം, ജെൻഡർ പോലെയുള്ള കാര്യങ്ങൾ പരിശോധിക്കാൻ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, ഗവേഷകർ ഇത് ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇത് മറ്റൊരു ഭാഗമായിട്ട് പറയുന്നത്. നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ക്രോസ് സെക്ഷണൽ സർവേസ് ആണ്. പ്രധാനമായിട്ട് രണ്ട് ക്രോസ് സെക്ഷണൽ സർവേസ് നമുക്ക് പഠിക്കുന്നത് നോക്കാം. അതിലൂടെ നോക്കാം. ഇൻ ക്രോസ് സെക്ഷണൽ സർവേസ് മെനി ഡാറ്റ ഗാദറിംഗ് മെത്തേഡ്സ് സച്ച് ആസ് ടെലിഫോൺ ഇന്റർവ്യൂസ്, ഫേസ് ടു ഫേസ് ഇന്റർവ്യൂസ്, പോസ്റ്റൽ ക്വസ്റ്റനെയർ, അതർ സെൽഫ് റെഗുലേറ്റഡ് ക്വസ്റ്റനെയേഴ്സ്, ഇലക്ട്രോണിക് മെയിൽസ് എക്സെട്ര അല്ലെ. ഇങ്ങനത്തെ കാര്യങ്ങളിലൂടെ ഒക്കെ എന്ത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്, ക്രോസ് സെക്ഷണൽ സർവേകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ക്രോസ് സെക്ഷണൽ സർവേ ആർ ഡിവൈഡഡ് ഇൻ ടു ടൈപ്സ്, ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് അനലിറ്റിക്. ഡിസ്ക്രിപ്റ്റീവ് എന്ന രീതിയിലും അനലിറ്റിക്കൽ എന്ന രീതിയിലുമാണ് ക്രോസ് സെക്ഷണൽ സർവേസ് പ്രധാനമായിട്ട് രണ്ടായിട്ട് തരംതിരിച്ചിട്ടുള്ളത്. ക്രോസ് സെക്ഷണൽ സർവേകൾ രണ്ടായി തരങ്ങളായി തിരിച്ചിരിക്കുന്നു. വിവരണാത്മകവും വിശകലനാത്മകവുമാണ്. അതായത് ഡിസ്ക്രിപ്റ്റീവും അനലിറ്റിക്കലുമാണെന്ന് പറയുന്നുണ്ട്.
ആദ്യം നമ്മൾ പറഞ്ഞ വിവരണാത്മകമാണ്. വിവരണാത്മക ക്രോസ് സെക്ഷണൽ പഠനങ്ങൾ ഒരു നിർദ്ദിഷ്ട ജനസംഖ്യയിലെ ആരോഗ്യ ഫലത്തിന്റെ വ്യാപനത്തെ ലളിതമായി ചിത്രീകരിക്കുന്നു. അതായത് ഒരു ജനസംഖ്യയിലെ ആരോഗ്യപരമായ ഫലങ്ങൾ എന്ത് ചെയ്യുന്നു, ആ വ്യാപനത്തെ ലളിതമായി ചിത്രീകരിക്കുന്ന രീതി. അതായത് ആരോഗ്യ ഫലത്തിന്റെ വ്യാപനം ലളിതമായിട്ട് ചിത്രീകരിക്കുകയാണ് എന്തിൽ ചെയ്യുന്നത്, വിവരണാത്മക ക്രോസ് സെക്ഷണത്തിൽ നടക്കുന്നത്. എന്നാൽ അനലിറ്റിക്കൽ ക്രോസ് സെക്ഷണൽ പഠനം എന്നത് ഒരു തരം ക്വാണ്ടിറ്റേറ്റീവ് നോൺ പരീക്ഷണാത്മക ഗവേഷണ രൂപകൽപ്പനയാണെന്ന് പറയുന്നത്. അതായത് ഒരു പരീക്ഷണ രീതിയിലുള്ള ഒരു സിസ്റ്റമല്ല ഈ അനലിറ്റിക്കൽ ഗവേഷണമായിട്ട് പറയുന്നത്. ഈ പഠനങ്ങൾ ഒരു കൂട്ടം വിഷയങ്ങളിൽ നിന്ന് ഒരു ഘട്ടത്തിൽ മാത്രം ഡാറ്റ ശേഖരിക്കാൻ ശ്രമിക്കുന്നു. അതായത് ഇതിന്റെ പ്രത്യേകത എന്താണ്, ഒരു കൂട്ടം വിഷയങ്ങളിൽ നിന്ന് ഒരു ഘട്ടത്തിൽ മാത്രമാണ് ഇവരുടെ ഡാറ്റകൾ ശേഖരിക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് പറയുന്നത് കേട്ടോ. ഒന്ന് മനസ്സിലാക്കി വെക്കുക. അനലിറ്റിക്കലും വിവരണാത്മകവും അതുപോലെ തന്നെ അനലിറ്റിക്കലും ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നന്നായിരിക്കും. ക്രോസ് സെക്ഷൻ സർവേസ് ചിലപ്പോൾ ടൈപ്സ് ചോദിച്ചേക്കാം കേട്ടോ. പക്ഷെ നമ്മൾ നോക്കുന്നത് ഡിസൈൻ കൺസിഡറേഷൻ, അതായത് ഡിസൈൻ കൺസിഡറേഷൻ ക്രോസ് സെക്ഷൻ സർവേസ്. അതായത് ക്രോസ് സെക്ഷൻ സർവേ നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. കുറച്ച് പോയിന്റുകളുണ്ട്, കുറച്ച് കാര്യങ്ങളാണ് അതിനകത്തും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്ക് നോക്കാം. The steps designed to cross sectional surveys may be thought of as, അതായത് നമുക്ക് താഴെ പറഞ്ഞ രീതിയിലൊക്കെ എന്ത് ചെയ്യാം, ചിന്തിക്കാം. ഒന്നാമത് ഭാഗം പറയുന്നതാണ് കൺസെപ്ച്വലൈസേഷൻ ഓർ റിസർച്ച് ഡിസൈൻ എന്നുള്ളതാണ് ഒന്നാമത്തെ. അതായത് ആശയവൽക്കരണം എന്നുള്ളതാണ് ഒന്നാമത്തെ അതിൻ്റെ ചിന്തയായിട്ട് അല്ലെങ്കിൽ കൺസിഡറേഷൻ ആയിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ക്രോസ് സെക്ഷൻ നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ആശയവൽക്കരണം നടത്തണം എന്നുള്ള പറയുന്നുണ്ടല്ലേ. കൺസെപ്ച്വലൈസേഷൻ ഇൻക്ലൂഡ്സ് ഫോളോയിങ്, അതായത് കൺസെപ്ച്വലൈസേഷൻ്റെ താഴത്ത് വരുന്നത് ഇന്ന കാര്യങ്ങളൊക്കെയാണ്. ഒന്നാമത് പോയിന്റ് എന്താ പറയുന്നത്, ഗവേഷണ ജനസംഖ്യയെ തിരിച്ചറിയുക എന്നുള്ളതാണ് അതിൻ്റെ ഒന്നാമത്തെ ഭാഗമായിട്ട് പറയുന്നത്. പക്ഷേ അനുമാനങ്ങളുടെ രൂപീകരണമാണ്, ഫലം നിർവചിക്കലാണ്, സ്റ്റാൻഡേർഡ് എറർ പോലുള്ള കൃത്യത ലെവലുകൾ നിർവചിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ബജറ്റ് നിയന്ത്രണങ്ങൾ സ്ഥാപിക്കൽ, ഈ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ചെയ്യണം നമ്മൾ കൺസെപ്ച്വലൈസേഷൻ്റെ ഭാഗത്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ഭാഗം എന്താണ്, കൺസെപ്ച്വലൈസേഷൻ അല്ലെങ്കിൽ ആശയവൽക്കരണമാണ്. ഒരു ആശയം കണ്ടെത്തുക അല്ലെങ്കിൽ ആശയം ക്ലിയർ ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു പോയിന്റ് ആയിട്ട് പറയുന്നത്. അതിനകത്ത് പറയുന്ന കാര്യങ്ങളും നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്, എന്ത് ചെയ്യാം ഒന്ന് നോക്കി വെക്കാം. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണ്, രണ്ടാമത്തെ സ്റ്റെപ്പായ സാമ്പിൾ ഡിസൈൻ ആണ്. സാമ്പിൾ മാതൃക എന്ന് പറയുന്നുണ്ട്. ദ ഫോളോയിങ് ആർ സം ഓഫ് ദ സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ദ ക്രിയേറ്റിംഗ് ദ സാമ്പിൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ പറയണം. ഒന്നാമത് ഭാഗം അതിൻ്റെ എന്താ പറയുന്നത്, ഒരു സാമ്പിൾ ഫ്രെയിം തിരഞ്ഞെടുക്കല്ലേ, നമ്മൾ എന്ത് ചെയ്യും, ചട്ടക്കൂട് തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത്. രണ്ടാമത് ഭാഗം പറയാം ഉപയോഗിക്കേണ്ട സ്റ്റാർട്ടുകൾ തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ തട്ടുകൾ തിരഞ്ഞെടുക്കുക. അതുപോലെ തന്നെ സിംഗിൾ സ്റ്റേജ്, ക്ലസ്റ്റേർഡ് അല്ലെങ്കിൽ മൾട്ടി സ്റ്റേജ് എന്നിവ തിരഞ്ഞെടുക്കുക. അതായത് എങ്ങനെയാണ് നമ്മൾ സ്റ്റേജസുകൾ തിരഞ്ഞെടുക്കുന്നത് അല്ലെങ്കിൽ തട്ടുകൾ തിരഞ്ഞെടുക്കുന്നത്, ഒന്നുകിൽ സിംഗിൾ സ്റ്റേജ് എടുക്കാം, അല്ലെങ്കിൽ ക്ലസ്റ്റേർഡ് സ്റ്റേജ് എടുക്കാം, അല്ലെങ്കിൽ മൾട്ടി ക്ലസ്റ്റേർഡ് സ്റ്റേജ് എടുക്കാം. ഏതെങ്കിലും എന്ത് ചെയ്യുന്നു സെലക്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് സാമ്പിൾ വലുപ്പം നിർണ്ണയിക്കുന്നു. പിന്നെ നമ്മൾ എന്ത് ചെയ്യാം, ഡിറ്റർമൈനിങ് ദ സാമ്പിൾ സൈസ് എന്ന് പറയുന്നുണ്ട്. സാമ്പിൾ സൈസ് നമ്മൾ എന്ത് ചെയ്യുക, ഡിറ്റർമൈൻ ചെയ്ത് വെക്കുക. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ്, ഒന്നാമത്തെ എന്തായിരുന്നു കൺസെപ്ച്വലൈസേഷൻ ആണ്, രണ്ടാമത്തെ എന്തായിരുന്നു സാമ്പിൾ ഡിസൈൻ ആണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് മൂന്നാമതാണ് ക്വസ്റ്റ്നെയർ ഓർ അതർ ഡാറ്റ കളക്ഷൻ ഇൻസ്ട്രുമെന്റ് ഡിസൈൻ, അല്ല ക്വസ്റ്റ്നെയർ ഡിസൈൻ അല്ലെങ്കിൽ ചോദ്യാവലി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതിനകത്ത് ഒരു എക്സ്പ്ലനേഷൻ മാത്രമേ ഉള്ളൂ. വലിയ തോതിലുള്ള പഠനങ്ങൾ സാധാരണയായി സാമ്പിളുകൾ തിരഞ്ഞെടുക്കുകയും ഭൂമിശാസ്ത്രപരമായ അകലം കണക്കിലെടുത്ത് തപാൽ മുഖേന അയക്കാവുന്ന ചോദ്യാവലികൾ തയ്യാറാക്കുകയും ചെയ്യുന്നു. അതായത് അടുത്ത ഭാഗമാണ് നമ്മൾ ചോദ്യാവലികൾ തയ്യാറാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ ഡിസൈൻ ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, സാമ്പിൾ ഡിസൈൻ ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ചോദ്യാവലികൾ തയ്യാറാക്കുന്നു അല്ലേ. നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യാവലികൾ വേണം തയ്യാറാക്കാൻ എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. സാമൂഹ്യ പര്യവേക്ഷണങ്ങളിൽ സാധാരണയായി ഉപയോഗിക്കപ്പെടുന്ന വിവരശേഖരണ മാർഗ്ഗമാണ് ചോദ്യാവലികൾ. അതായത് നമ്മൾ സാമൂഹ്യ പര്യവേക്ഷണങ്ങളിൽ അല്ലെങ്കിൽ സാധാരണയായിട്ട് നമ്മൾ സെൻസസുകളിലോ അല്ലെങ്കിൽ ഇങ്ങനത്തെ അന്വേഷണങ്ങളിലും സാധാരണയായിട്ട് ഉപയോഗപ്പെടുത്തുന്ന ഒരു വിവരശേഖരണ മാർഗ്ഗമാണ് ചോദ്യാവലികൾ. ഗവേഷണ വിഷയവുമായി ബന്ധപ്പെട്ട നിരവധി ചോദ്യങ്ങൾ ഒരു ചോദ്യാവലിയിൽ ഉണ്ടായിരിക്കില്ല. അതായത് ഒരുപാട് ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ അതിനകത്ത് ഉണ്ടാവും എന്നുള്ളതാണ്. നമ്മൾ ചോദ്യാവലിയാണല്ലോ തയ്യാറാക്കുന്നത്, അപ്പോൾ ചോദ്യം ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പം എന്ത് ചെയ്യുക, ചോദ്യാവലികൾ അതിനകത്ത് ഉണ്ടാവും, എന്ത് ചെയ്യുമെന്ന് മനസ്സിലാക്കി വെക്കാം. നെക്സ്റ്റ് പറയുന്നത് ഓപ്പറേഷൻ പ്ലാൻ ചെയ്ത് പ്രവർത്തന ആസൂത്രണം എന്നുള്ളതാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പായിട്ട് വരുന്നത്. എന്ത് ചെയ്യുക, പ്രവർത്തന ആസൂത്രണം ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾ എന്ത് ചെയ്യുക, പരിപാടി എന്ത് ചെയ്യുക, നടപ്പിലാക്കുക എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പം നമ്മൾ എന്ത് ചെയ്തു, പിന്നെ നമ്മൾ സാമ്പിൾ ഡിസൈൻ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, ചോദ്യാവലികൾ തയ്യാറാക്കി. തയ്യാറാക്കിയ ശേഷം നമ്മൾ എന്ത് ചെയ്തു, ഓപ്പറേഷൻ പ്ലാനിംഗ് ആണ്, പ്രവർത്തന ആസൂത്രണമാണ് അല്ലേ. ഒന്നാമത്തെ പോയിന്റ് എന്താ പറയുന്നത്, പ്രവർത്തന ആസൂത്രണത്തിൽ ഡാറ്റ ശേഖരിക്കുന്ന രീതിയാണ് ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുക. നമ്മൾ എന്ത് ചെയ്യുന്നു, ഡാറ്റ ശേഖരിക്കുക, അതായത് പ്രവർത്തനം എന്ത് ചെയ്യുക, നമ്മൾ ആസൂത്രണം ചെയ്യുക എന്നുള്ളതാണ്.
അപ്പോൾ തന്നെ സ്റ്റാഫിങ്, ഷെഡ്യൂളിങ്, പരിശീലനം കൂടാതെ നിരീക്ഷണം എല്ലാം ഈ പദ്ധതിയുടെ ഭാഗമാണ് കേട്ടോ. അതായത് ഈ അതിലേക്ക് വേണ്ട സ്റ്റാഫുകളെ കണ്ടെത്തുക, അതിൽ വേണ്ട ഷെഡ്യൂളുകൾ നടത്തുക, അതിലേക്ക് വേണ്ട പരിശീലനം നടത്തുക, അതിൽ നിരീക്ഷിക്കുക, അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്, ഈ പ്രവർത്തന ആസൂത്രണത്തിൻ്റെ ഭാഗമാണ്. പക്ഷെ മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞാൽ സാങ്കേതിക ലക്ഷ്യങ്ങളിലേക്കും തന്ത്രപരമായ ലക്ഷ്യങ്ങളും ആസൂത്രണം ചെയ്യുന്ന പ്രക്രിയയാണ് പ്രവർത്തന ആസൂത്രണം. അതായത് സാങ്കേതിക ലക്ഷ്യങ്ങളിലേക്കും അതുപോലെ തന്നെ തന്ത്രപരമായ ലക്ഷ്യങ്ങളും ആസൂത്രണം ചെയ്യുന്ന പ്രക്രിയയാണ് പ്രവർത്തന ആസൂത്രണം. അതായത് നമ്മളെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു കാര്യമായിട്ട് പറയുന്നത്. അപ്പോൾ അത്രയുമാണ് നമ്മൾ അതിനകത്ത് പറയാനുള്ളത്. നമ്മൾ എത്രണ്ണം പറഞ്ഞു? ടൈപ്സിൻ്റെ ഭാഗത്ത് പിന്നെ ഡിസൈൻ കൺസിഡറേഷൻ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം കൺസെപ്ച്വലൈസേഷൻ ചെയ്തു, പിന്നെ നമ്മൾ എന്ത് ചെയ്തു, സാമ്പിൾ ഡിസൈൻ ചെയ്തു, പിന്നെ നമ്മൾ എന്ത് ഓപ്പറേഷൻ പ്ലാനിങ് ചെയ്തു. അല്ല, അത്രയാണ് ഇതിനകത്ത് പറയുന്നത്. ഇനി നമ്മൾ പറയാനുള്ളത് സ്ട്രെങ്ത് ആൻഡ് ചലഞ്ചസ് ഓഫ് ക്രോസ് സെക്ഷണൽ സർവീസ് ആണ്. ക്രോസ് സെക്ഷണൽ സർവീസിൻ്റെ സ്ട്രെങ്ത്തും അതുപോലെ തന്നെ അതിൻ്റെ ചലഞ്ചസും. സ്ട്രെങ്ത്തും ചലഞ്ചസും അല്ലെങ്കിൽ അഡ്വാൻസ് ഡിസഡ്വാൻസ് ഒക്കെ ചോദിച്ചാൽ ഒന്ന് തന്നെയാണ് എന്ത് മനസ്സിലാക്കി വെക്കാം. ഒന്നാമത്തെ പോയിന്റ് നോക്കാം. സ്ട്രെങ്ത്ത് താരതമ്യേന വേഗമേറിയതും നടത്താൻ എളുപ്പവുമാണ് ക്രോസ് സെക്ഷണൽ സർവീസ് എന്ന് പറയുന്നത്. അല്ലെ, വേഗമാണ്, അതുപോലെ തന്നെ നടത്താൻ എളുപ്പമാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ രണ്ടാമത്തെ പോയിന്റ് എന്താ പറയുന്നത്, എല്ലാ വേരിയബിളുകളുടെയും ഡാറ്റ ഒരു തവണ മാത്രമേ ശേഖരിക്കൂ എന്ന് പറയുന്നുണ്ട്. അതായത് ക്രോസ് സെക്ഷണൽ സർവീസിന് മറ്റൊരു പ്രത്യേകതയാണെന്ത്, ഡാറ്റ ഒരു തവണ മാത്രമേ ശേഖരിക്കത്തുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു പോയിന്റായിട്ട് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, അന്വേഷണത്തിലിരിക്കുന്ന എല്ലാ ഘടകങ്ങളുടെയും വ്യാപനം അളക്കാൻ കഴിയും എന്നുള്ളതാണ്. അല്ലെ, എല്ലാ ഭാഗത്തും നമുക്ക് എന്ത് അളക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് സ്ട്രെങ്ത് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, ഒന്നിലധികം ഫലങ്ങളും എക്സ്പോഷറുകളും അതായത് വെളിപ്പെടുത്തലുകളും പഠിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു സ്ട്രെങ്ത് ആയിട്ട് പറയുന്നത്. അതായത് കൂടുതൽ ഫലങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, വെളിപ്പെടുത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പറഞ്ഞത്. നെക്സ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്, വിവരണാത്മക വിശകലനങ്ങൾക്കും അനുമാനങ്ങൾ സൃഷ്ടിക്കുന്നതിനും നല്ലതാണ്. അതായത് നമ്മൾ എന്ത് ചെയ്യണം, വിവരണാത്മകമായ വിശകലനം നടത്താനും അതുപോലെ തന്നെ അനുമാനങ്ങളൊക്കെ സൃഷ്ടിക്കാനൊക്കെ എന്ത് ഉപകാരമാണ്, ഈ ക്രോസ് സെക്ഷണൽ സർവീസ് ഉപകാരപ്രദമാണെന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. പക്ഷേ എൻ്റെ വീക്ക്നെസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വീക്ക്നെസ്സുകൾ എന്തൊക്കെയാണ്, ഫലം എന്താണെന്ന് നിർണ്ണയിക്കാൻ പ്രയാസമാണ്. അതായത് നമുക്കത് മുൻകൂട്ടി കണ്ട് കാര്യങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അപൂർവ രോഗങ്ങളോ ഹ്രസ്വകാല രോഗങ്ങളോ പഠിക്കാൻ അനുയോജ്യമാണ്. അതായത് കൂടുതൽ കാലം എടുത്ത് പഠിക്കാനുള്ള വിഷയമാണ് ക്രോസ് സെക്ഷണൽ സർവേ, കൂടുതൽ ടൈം എടുക്കും അല്ലേ. അപ്പോൾ അങ്ങനെ അപൂർവമായ രോഗങ്ങളിലോ അതുപോലെ തന്നെ ഹ്രസ്വമായ കാലങ്ങളിൽ രോഗങ്ങളിലോ ഉള്ള പഠനങ്ങൾ അല്ലെങ്കിൽ അവിടെയുള്ള രോഗങ്ങളിലും ഇത്തരം സർവേകൾ നടത്തിയാൽ വിജയകരമാവില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സംഭവങ്ങൾ അളക്കാൻ കഴിയുന്നില്ല അല്ലേ. അതുപോലെ തന്നെ തിരിച്ചറിഞ്ഞ അസോസിയേഷനുകൾ വ്യാഖ്യാനിക്കാൻ പ്രയാസമാണ്. അതായത് അതിൻ്റെ അർത്ഥം പറയാനായിട്ട് ബുദ്ധിമുട്ടാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പ്രതികരണം കുറവായതിനാൽ പക്ഷാപാതത്തിനും തെറ്റായ വർഗീകരണത്തിനും സാധ്യതയുണ്ട് എന്നുള്ള പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും വീക്ക്നെസ്സുകൾ ഉണ്ട്, എന്ത് ചെയ്യാം, മനസ്സിലാക്കി വെക്കാം. നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്, കാരണം പെട്ടെന്ന് തീർക്കണം എന്നുള്ളതുണ്ട്. അപ്പോൾ കൂടുതലായ എക്സ്പ്ലനേഷൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളതായ രീതിയിൽ കൊടുക്കുക. ടൈം കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ പല ആളുകളും ക്ലാസ് കാണാത്തതും വൈഡായ നോട്ട് വെച്ച് കഴിഞ്ഞാൽ അത് എടുക്കാത്തതൊക്കെ അറിയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, വളരെ ചുരുക്കിയ രീതിയിൽ വളരെ കുറഞ്ഞ രീതിയിൽ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. എല്ലാവരും എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ക്യാച്ച് ചെയ്ത് വെക്കുക കേട്ടോ. രണ്ടാമത്താണ് എന്ത്, ലോഞ്ചിറ്റ്യൂഡൽ സർവേ. നമ്മൾ ആദ്യം പറഞ്ഞത് എന്തായിരുന്നു, ക്രോസ് സെക്ഷണൽ സർവേ ആയിരുന്നു. ഇനി നമ്മൾ പറയുന്നത് ലോഞ്ചിറ്റ്യൂഡൽ സർവേ ആണ്. ലോഞ്ചിറ്റ്യൂഡൽ സർവേ നമ്മൾ നോക്കുന്നത് ഒരു നീണ്ട കാലയളവിൽ വേരിയബിളുകൾ നോക്കുന്നത് ഉൾപ്പെടുന്ന ഒരു തരം പരസ്പര ബന്ധിത ഗവേഷണ പഠനമാണ് രേഖാംശ പഠനം എന്ന് പറയുന്നത്. അതായത് ലോഞ്ചിറ്റ്യൂഡൽ സർവേ എന്ന് പറഞ്ഞാൽ മലയാളം എന്ത്, രേഖാംശ പഠനം. അതൊരു നീണ്ട കാലയളവിൽ വേരിയബിളുകൾ നോക്കുന്നത് ഉൾപ്പെടുന്ന ഒരു തരം പരസ്പര ബന്ധിത ഗവേഷണ പഠനമാണ് രേഖാംശ പഠനം. ഒരു നീണ്ട കാലയളവിൽ വേരിയബിളുകൾ നോക്കുന്നത് ഉൾപ്പെടുന്ന ഒരു തരം പരസ്പര ബന്ധിത ഗവേഷണമാണ് രേഖാംശ പഠനം. അത് ഡബിൾ ആയതാണ്. ഈ ഗവേഷണം ആഴ്ചകളിലോ മാസങ്ങളിലോ വർഷങ്ങളിലോ നടക്കാം എന്ന് പറയുന്നുണ്ടല്ലേ. അതായത് ചില സന്ദർഭങ്ങളിൽ രേഖാംശ പഠനങ്ങൾ നിരവധി പതിറ്റാണ്ടുകൾ നീണ്ടു നിൽക്കും എന്ന് പറയാം. അതായത് കുറേ കാലം നീണ്ടു നിൽക്കുന്ന ഒരു തരം പഠനമാണ്, ഒരു തരം സർവേ ആണെന്ന് ഈ ലോഞ്ചിറ്റ്യൂഡൽ സർവേ ആയിട്ട് പറയുന്നത്. ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും ചില സമയങ്ങളിൽ പതിറ്റാണ്ടുകൾ വരെ നീണ്ടു നിന്നേക്കാം എന്ന് പറയുന്നുണ്ട്. രേഖാംശ സർവേകൾ പലപ്പോഴും മുൻകാല അഭിമുഖത്തേക്കാൾ കൂടുതൽ ഡാറ്റ നേടാൻ കഴിയും. അതായത് രേഖാംശ പഠനമാണ്, അപ്പോൾ കൂടുതൽ നമുക്ക് ക്രോസ് സെക്ഷണൽ സർവേക്കാളും കൂടുതലായിട്ടുള്ള ഡാറ്റാസുകളൊക്കെ നേടാനായിട്ട് എപ്പോഴായിട്ടും കഴിയും. അതായത് മുൻകാല പഠനങ്ങളെക്കാളും കൂടുതൽ വിവരങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ലഭിക്കും. അതായത് ഇഷ്ടംപോലെ ടൈം എടുത്ത് ചെയ്യാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ആ വിവരങ്ങൾ ലഭിക്കും എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് പറയുന്നത്. ഈ ആട്രിബ്യൂട്ടുകൾ കൂടുതൽ വ്യാപകമായി തീർക്കുന്നു, സമീപ വർഷങ്ങളിൽ അംഗീകരിക്കപ്പെടുകയും
വിലമതിക്കുകയും ചെയ്തു. അതായത് ഇപ്പോഴത്തെ കാലങ്ങളിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ എന്താണ് കൂടുതൽ അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, കൂടുതൽ വിലയുണ്ടെന്ന് പറയുന്നുണ്ട്. ഗവൺമെൻറ്, അക്കാദമിക് കോർപ്പറേറ്റ് മേഖലകളിലെല്ലാം ഇതിൻ്റെ താല്പര്യം വർധനവ് ഉണ്ട്. അതായത് ഇതിൻ്റെ താല്പര്യത്തിൽ എന്തുണ്ട് വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിന് മറ്റൊരു ഭാഗമായിട്ട് പറയുന്നത്. അപ്പോൾ മനസ്സിലാക്കി വെക്കാം. ലോഞ്ചിറ്റ്യൂണൽ സർവേ എന്താ നമ്മൾ പറയുന്നത്, ടൈമില്ല, കുറേ ടൈം എടുത്ത് ചെയ്യേണ്ട ഒരു സർവേയാണ്. കൂടുതൽ എന്താണ് അക്യുറസി ഉണ്ടാവും എന്നുള്ളതാണ് ഇതിന് മറ്റൊരു പ്രത്യേകത. കൂടുതൽ വിവരങ്ങൾ ലഭിക്കാനും പറ്റും എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ടൈപ്സ് ഓഫ് ലോഞ്ചിറ്റ്യൂണൽ സ്റ്റഡീസ് ആണ്. ദർ ആർ 3 മെയിൻ ടൈപ്സ് ലോഞ്ചിറ്റ്യൂണൽ സ്റ്റഡീസ്. ഒന്ന് പറയുന്നത് പാനൽ സ്റ്റഡിയാണ്. പാനൽ സ്റ്റഡി എന്ന് പറഞ്ഞാൽ പാനൽ പഠനങ്ങൾ രേഖാംശ പഠനത്തിൻ്റെ ഒരു പ്രത്യേക രൂപകൽപ്പനയാണ്. അതായത് പാനൽ പഠനങ്ങൾ എന്താ രേഖാംശ പഠനത്തിൻ്റെ പ്രത്യേക രൂപകൽപ്പന എന്ന് പറയുന്നുണ്ട്. ഇതിൽ അനാലിസിസ് ഒരു നീണ്ട കാലയളവിൽ നിശ്ചിത ഇടവേളകളിൽ പിന്തുടരുന്നു അല്ലേ. എങ്ങനെയാണ് ഇതിൻ്റെ അനാലിസിസ് എങ്ങനെ ചെയ്യുന്നത്? നീണ്ട ഇടവേളകളിൽ അല്ലേ, ഒരു നിശ്ചിത നീണ്ട കാലയളവിൽ ഒരു നിശ്ചിത ഇടവേളകളിൽ എന്ത് ചെയ്യാണ് ഇത്തരം പഠനങ്ങൾ അല്ലേ പാനലായിട്ടാണ് നടത്തുന്നത് അല്ലേ. പലപ്പോഴും പല വർഷങ്ങൾ അല്ലേ, അതായത് വർഷങ്ങളോട് ചിലപ്പോൾ എന്ത് ചെയ്യാൻ നിന്നേക്കാം അല്ലേ. പാനൽ പഠനങ്ങളുടെ പ്രധാന സവിശേഷത അവർ ഓരോ സാമ്പിളിൽ ഒരേ സാമ്പിളിൽ നിന്ന് വ്യത്യസ്ത സമയങ്ങളിൽ ആവർത്തിച്ചുള്ള അളവുകൾ ശേഖരിക്കുന്നു. അതായത് ഒരു സാമ്പിളിൽ നിന്ന് എന്ത് ചെയ്യുന്നു വ്യത്യസ്ത സമയങ്ങളിലുള്ള വിവരങ്ങളാണ് അവർ നേടിയെടുക്കുന്നത് എന്ന് മനസ്സിലാക്കി വെക്കാം. രണ്ടാമത് ഭാഗം പറയുകയാണ് റിട്രോസ്പെക്റ്റീവ് സ്റ്റഡി എന്ന് പറയുന്നുണ്ട്. റിട്രോസ്പെക്റ്റീവ് സ്റ്റഡിൻ്റെ ഭാഗത്ത് അതായത് നമ്മൾ ഒന്നാമത് പാനൽ സ്റ്റഡി പറയും, രണ്ടാമത്തെ റിട്രോസ്പെക്റ്റീവ് സ്റ്റഡിയാണ്. റിട്രോസ്പെക്റ്റീവ് കൊഹോർട്ട് പഠനം ചരിത്രപരമായ കൊഹോർട്ട് സ്റ്റഡി എന്നും അറിയപ്പെടുന്നുണ്ട്. മെഡിക്കൽ സൈക്കോളജി ഗവേഷണത്തിൽ ഉപയോഗിക്കുന്ന ഒരു തരം രേഖാംശ പഠനമാണ് റിട്രോസ്പെക്റ്റീവ് സ്റ്റഡി ആയിട്ട് പറയുന്നത്. രണ്ട് കൂട്ടം ആളുകളെ താരതമ്യം ചെയ്യുന്ന ഒരു പഠന രീതിയാണിത്. അതായത് റിട്രോസ്പെക്റ്റീവ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ എങ്ങനെ രണ്ട് കൂട്ടം ആളുകൾ എന്ത് ചെയ്യുന്നവർ പഠനം ചെയ്യുകയാണ് ചെയ്യുന്നത്. പഠനത്തിന് കീഴിലുള്ള രോഗമോ അവസ്ഥയോ ഉള്ളവരും രോഗമോ അവസ്ഥയോ ഇല്ലാത്ത വളരെ സമാനമായ ആളുകളും എന്നുള്ള രീതിയിലാണ് ഇവിടെ പഠനങ്ങൾ നടത്തുന്നത്. ആ രണ്ട് കൂട്ടം ആളുകളെ പഠിക്കുകയാണ്. ആ സ്വഭാവം ഉള്ളവർ അല്ലെങ്കിൽ ആ അവസ്ഥ ഉള്ളവർ, മറ്റൊടുത്ത ആ അവസ്ഥ ഇല്ലാത്ത സാധാരണക്കാർ, ആ രീതിയിലുള്ള ഒരു പഠനമാണെന്ത് റിട്രോസ്പെക്റ്റീവ് സ്റ്റഡി ആയിട്ട് പറയുന്നത് എന്ന് മനസ്സിലാക്കിയാക്കാം. റിട്രോസ്പെക്റ്റീവ് സ്റ്റഡി കേട്ടോ. നെക്സ്റ്റ് കൊഹോർട്ട് സ്റ്റഡിയാണ്. കൊഹോർട്ട് പഠനങ്ങൾ ഒരു തരം രേഖാംശ പഠനമാണെന്ന് പറയുന്നുണ്ട്. ഗവേഷണ പങ്കാളികളെ ഒരു നിശ്ചിത കാലയളവിൽ പിന്തുടരുന്ന ഒരു സമീപനം അല്ലെങ്കിൽ നിരവധി വർഷങ്ങളും. പ്രത്യേക കൊഹോർട്ട് പഠനങ്ങൾ ഒരു പൊതു സ്വഭാവം പങ്കിടുന്ന പങ്കാളികളെ റിക്രൂട്ട് ചെയ്യുകയും പിന്തുടരുകയും ചെയ്യുന്നു. ഒരു പ്രത്യേക തൊഴിൽ അല്ലെങ്കിൽ ജനസംഖ്യാപരമായ സമാനത പോലെ. അതായത് എന്തെങ്കിലും ഒരു ഭാഗത്ത് ഏതെങ്കിലും ഒരു ടീംസിനെ നമ്മൾ പിന്തുടർന്നുണ്ട് കുറേ കാലം അങ്ങനെ അവരെ കുറിച്ച് പഠിക്കുന്ന സിസ്റ്റമാണെന്ത് കൊഹോർട്ട് സ്റ്റഡി ആയിട്ട് പറഞ്ഞുള്ളത്. പാനൽ സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു അതായത് ഒരു അനാലിസിസ് നീണ്ട കാലയളവിൽ നിശ്ചിത ഇടവേളകളിൽ ഒരു ഭാഗത്തെ കുറിച്ച് പഠിക്കാം. എന്നാൽ റിട്രോസ്പെക്റ്റീവ് എങ്ങനെയായിരുന്നു അല്ലേ, ഒരു കൂട്ടം ആളുകളെ താരതമ്യം ചെയ്യാം. രണ്ട് കൂട്ടം ആളുകളെ താരതമ്യം ചെയ്യാം, ആ വസ്തുത ഉള്ളവർ ആ വസ്തുത ഇല്ലാത്തവർ എന്ന രീതിയിൽ. എന്നാൽ കൊഹോർട്ട് സ്റ്റഡി എന്തായിരുന്നു അല്ലേ, ഒരു ഗവേഷണ പങ്കാളിയുടെ ഒരു നിശ്ചിത കാലയളവിൽ പിന്തുടരുന്ന ഒരു സമീപനം. അതായത് പ്രത്യേക കൊഹോർട്ട് പഠനങ്ങൾ ഒരു സ്വഭാവം പൊതു സ്വഭാവം പങ്കിടുന്ന പങ്കാളികളെ റിക്രൂട്ട് ചെയ്യുകയും പിന്തുടരുകയും ചെയ്യുന്നു എന്നതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് പറഞ്ഞത് കേട്ടോ. ഞാൻ പറഞ്ഞ സ്ട്രെങ്ത് ഓഫ് ലോഞ്ചിറ്റ്യൂണൽ സർവേ ആണ്. അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജ് ഓഫ് ലോഞ്ചിറ്റ്യൂണൽ സർവേ നോക്കുന്നുണ്ട്, അതായത് വീക്ക്നെസ് കേട്ടോ. ആദ്യം നമ്മൾ നോക്കുന്നത് സ്ട്രെങ്ത് ആണ്. സ്ട്രെങ്ത്തിൽ ഒന്നാമത്തെ പോയിന്റ് നോക്കുന്നത് എന്താണ്, ഉയർന്ന കാലയളവിലുള്ള സാധുത ഇത് അനുവദിക്കുന്നു. അതായത് ഉയർന്ന അളവിലുള്ള സാധുത, അതായത് കൂടുതൽ വിവരങ്ങൾ നമുക്ക് എന്ത് ചെയ്യും ഇതിന്ന് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്താ പറയുന്നത്, ശേഖരിച്ച ഡാറ്റ ഒറ്റയായതാണെന്ന് പറയുന്നത്. അതായത് ഒരു ഭാഗത്തു നിന്ന് മാത്രമുള്ള വിവരങ്ങളാണ് ഇതിനകത്ത് കിട്ടുക. നെക്സ്റ്റ് പറയുന്നത് കൂടുതലായും നിരീക്ഷണ രീതി ഉപയോഗിക്കും എന്നുള്ളത്. അതായത് നിരീക്ഷണങ്ങളാണ് കൂടുതലായിട്ട് എന്തിൽ ഉപയോഗിക്കുന്നത്, നമ്മളെ ലോഞ്ചിറ്റ്യൂണൽ സ്റ്റഡീസിനകത്ത് ഉപയോഗിക്കുന്നത് എന്ത് ചെയ്യാമെന്ന് മനസ്സിലാക്കി വെക്കാം. നെക്സ്റ്റ് പറയുന്ന നാലാമത്തെ പോയിന്റ് എന്താ, വികസന പ്രവണതകൾ തിരിച്ചറിയാൻ ഇത് സാധ്യമാകുന്നു. അതായത് നമ്മുടെ നാട്ടിലുണ്ടായ വികസനങ്ങൾ അല്ലെങ്കിൽ വികസിക്കാത്ത ഭാഗങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ മനസ്സിലാക്കാനായിട്ട് ലോഞ്ചിറ്റ്യൂണൽ സർവേസ് ആണ് കൂടുതലായിട്ട് ഉപകാരപ്പെടുക എന്ന് പറയുന്നുണ്ട്. അത് ഡാറ്റ ശേഖരണ കൃത്യത എപ്പോഴും ഉയർന്നതാണ്. അതായത് നമ്മൾ ടൈം എടുത്ത് അവരുമായിട്ട് നമ്മൾ മിങ്കിൾ ചെയ്ത് അല്ലെങ്കിൽ അവരിലൂടെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും അവിടെ പോയിട്ട് അല്ലെങ്കിൽ സമയമെടുത്ത് ചെയ്യണം. അപ്പോൾ കൂടുതലായിട്ട് എന്തെങ്കിലും ഡാറ്റ എന്ത് ചെയ്യും കൃത്യത ഉണ്ടായിരിക്കും, അക്യുറസി ഉണ്ടാവും എന്നുള്ളതാണ് അതിന് മറ്റൊരു സ്ട്രെങ്ത് ആയിട്ട് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് ആറാമത്തെ പോയിന്റ് എന്താണ്, രേഖാംശ പഠനങ്ങൾ വഴക്കമുള്ളതാണെന്ന് പറയുന്നത്. അതായത് നമുക്ക് എന്താണ് വയബിൾ ആയതാണെന്ന് രേഖാംശ പഠനങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് ഡിസഡ്വാൻറ്റേജ് ഓഫ് ലോഞ്ചിറ്റ്യൂണൽ സ്റ്റഡീസ് ആണ്. എന്തൊക്കെയാണ് ഡിസഡ്വാൻറ്റേജ് ഉള്ളത് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ
പ്രവചനാതീതമായ ഒരു ഘടന, അതായത് എന്തില്ല നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റാത്തൊരു ഘടനയാണ് എന്തിനുള്ള ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റഡീസിനുള്ളത്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്, ഇത് പൂർണ്ണമാക്കാൻ ഗവേഷകരുടെ കഴിവുകളെ ആശ്രയിച്ചിരിക്കുന്നത്. അതായത് ലോഞ്ചിറ്റ്യൂഡിനൽ സർവേ പൂർണ്ണമാകുന്ന ഗവേഷകന്റെ കഴിവിനെ അടിസ്ഥാനത്തിലാണ് എന്തെന്ന് മനസ്സിലാക്കി വെക്കാം. നെക്സ്റ്റ്, ഗവേഷണം അർത്ഥപൂർണ്ണമാകുന്നതിന് വലിയ സാമ്പിൾ ആവശ്യമാണ്. അതായത് ഇത്തരം പഠനങ്ങൾ നടത്താൻ ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റഡീസ് ഒക്കെ നടത്താൻ വലിയ സാമ്പിളുകൾ വേണം, അതായത് കൂടുതലായ സാമ്പിളുകൾ വേണം എന്നുള്ളതാണ് ഉദ്ദേശം. നാലാമത്തെ പോയിന്റ് പറയുന്നത് രേഖാംശ പഠനങ്ങൾ വഴി ശേഖരിക്കുന്ന ഡാറ്റ എല്ലായ്പ്പോഴും കൃത്യമോ വിശ്വസനീയമോ അല്ല എന്നുള്ളത് പറയുന്നുണ്ട്. എപ്പോഴും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഡാറ്റകളും ഇതിൽ വന്നേക്കാം, ലോഞ്ചിറ്റ്യൂഡിനൽ സർവീസിനകത്ത് വന്നേക്കാം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് സമയമെടുക്കുന്നത് പറയുന്നില്ല. സമയമെടുക്കുന്ന പ്രക്രിയയാണ് എന്ത് ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റഡി. നമ്മൾ പറഞ്ഞല്ലോ സമയമെടുക്കുന്നതല്ലേ, കുറേ കാലയളവിൽ നമ്മൾ എന്ത് ചെയ്യുന്നതിനെ കുറിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ എന്താണത് സമയമെടുക്കുന്ന പറയുന്നുണ്ട്. എന്ന് പറയാൻ മറ്റു തരത്തിലുള്ള ഗവേഷണങ്ങളെ അപേക്ഷിച്ച് നേരിട്ടുള്ള ചെലവ് കൂടുതലാണ്. അതായത് നമ്മൾ ക്രോസ് സെക്ഷണൽ സർവീസിനെ അപേക്ഷിച്ച് എന്ത് കൂടുതലാണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റഡീസ്. അതായത് കുറേ ടൈം എടുത്ത് ചെയ്യാണ്, അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ചിലവ് ഉണ്ടാവും എന്ന് മനസ്സിലാക്കി വെക്കാം അല്ലേ. മറ്റു തരത്തിലുള്ള ഗവേഷണങ്ങൾ അപേക്ഷിച്ച് നേരിട്ടുള്ള ചെലവ് കൂടുതലാണെന്നുള്ളതും കൂടെ അതിൻ്റെ മറ്റൊരു വീക്ക്നെസ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ലോഞ്ചിറ്റ്യൂഡിനൽ സർവേയുടെ അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റഡിയുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒന്ന് പഠിച്ചു വെക്കാം, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് കോറിലേഷൻ സർവേയാണ്. കോറിലേഷനിലെ രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻസ് അല്ലേ, അത് മനസ്സിലാക്കാൻ വേണ്ടി നടത്തുന്ന സർവേയാണ് എന്ത് കോറിലേഷൻ സർവേ ആയിട്ട്. അല്ല, ഒരു പ്രതിഭാസത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളോടൊപ്പം മറ്റൊരു പ്രതിഭാസവും മാറുകയാണെങ്കിൽ അവ രണ്ടും തമ്മിൽ പരസ്പര ബന്ധം ഉണ്ടായിരിക്കില്ല. അതായത് ഒന്നിൽ മാറ്റം ഉണ്ടാകുമ്പോൾ മറ്റൊന്നിൽ മാറ്റം വരികയാണെങ്കിൽ അല്ലേ, അപ്പോൾ അത് തമ്മിൽ എന്തുണ്ടാകും, ഒരു ബന്ധം ഉണ്ടാവില്ല. അങ്ങനത്തെ ആ ബന്ധങ്ങളെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന സർവേ രീതിയാണ് കോറിലേഷൻ സർവേ ആയിട്ട് പറയല്ലേ. ഈ ബന്ധത്തെ അളക്കുവാൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കുന്ന അളവാണ് കോറിലേഷൻ എന്ന് പറയുന്നുണ്ട്. പരസ്പര ബന്ധിത ഗവേഷണം ഒരു തരം ഈ പരീക്ഷണേതര ഗവേഷണ രീതിയാണ്. അത് ഈ കോറിലേഷൻ സർവേ ഒരു പരീക്ഷണേതര നിരീക്ഷണ രീതിയാണ്, അല്ലെങ്കിൽ ഗവേഷണ രീതി എന്ന് പറയുന്നുണ്ട്. ഇതിൽ ഒരു ഗവേഷകൻ രണ്ട് വേരിയബിളുകൾ അളക്കുന്നു എന്ത് ചെയ്യുന്നു മനസ്സിലാക്കി വെക്കാം. ഇതിൽ എന്ത് ചെയ്യണം, ഒരു വേരിയബിൾ ഒരു പരീക്ഷണം അല്ലെങ്കിൽ ഒരു ഗവേഷകൻ എന്ത് ചെയ്യുന്നു, രണ്ട് വേരിയബിളുകളാണ് നോക്കുന്നത്. അത് രണ്ട് വേരിയബിൾ കാരണം കോറിലേഷൻ ആണല്ലോ, കോറിലേഷൻ ആവണമെന്നുണ്ടെങ്കിൽ രണ്ട് വേരിയബിൾ ആണെന്നുള്ള ഉറപ്പാണല്ലോ. അപ്പോൾ രണ്ട് വേരിയബിൾ തമ്മിലാണ് പഠിക്കുന്നത്. ഏതെങ്കിലും ബാഹ്യ വേരിയബിളുകൾ നിന്നുള്ള സ്വാധീനമില്ലാതെ അവ തമ്മിലുള്ള സ്ഥിതിവിവരക്കണക്ക് ബന്ധം മനസ്സിലാക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി വെക്കട്ടെ. ഇതിനകത്ത് എന്ത് സ്ഥിതിവിവരക്കണക്കുകളില്ല, അതായത് മറ്റു വേരിയബിൾസിൻ്റെ മറ്റു പുറത്തുനിന്നുള്ള കാര്യങ്ങളുടെ ബന്ധങ്ങളൊന്നും ഇല്ലാണ്ട് അല്ലേ, ഏതെങ്കിലും ബാഹ്യ വേരിയബിളുകൾ അല്ലേ, അതായത് ഏതെങ്കിലും ബാഹ്യ വേരിയബിളുകളിൽ നിന്നുള്ള സ്വാധീനങ്ങളൊന്നും ഇല്ലാതെ അവ തമ്മിലുള്ള സ്ഥിതിവിവരക്കണക്ക് ബന്ധം മനസ്സിലാക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് കോറിലേഷൻ സർവേയുടെ ഒരു ചെറിയ എക്സ്പ്ലനേഷൻ ആയിട്ട് പറഞ്ഞത് ഒന്ന് മനസ്സിലാക്കി വെക്കാട്ടോ. അപ്പോൾ രണ്ട് പ്രതിഭാസം അല്ല, ഒരു പ്രതിഭാസത്തിൽ ഉണ്ടാകുന്ന മാറ്റം മറ്റു പ്രതിഭാസത്തിൽ എത്രത്തോളം മാറ്റം ഉണ്ടാക്കി എന്നതിനെ അറിയാൻ വേണ്ടി നമ്മൾ നടത്തുന്ന സർവേ രീതിയാണ് കോറിലേഷൻ സർവേ രീതി എന്ന് മനസ്സിലാക്കി വെക്കാട്ടോ. പക്ഷേ നോക്കുന്ന ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോറിലേഷൻ സർവേ ആണ്. കോറിലേഷൻ സർവേയുടെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുന്നുണ്ടെന്ന് സ്വാഭാവികമായി സംഭവിക്കാവുന്ന പാറ്റേണുകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അല്ലേ. ഫോക്കസ് ഓൺ നാച്ചുറലി ഒക്കേറിംഗ് പാറ്റേൺസ്, അതായത് സ്വാഭാവികമായി സംഭവിക്കുന്ന അല്ലേ നാച്ചുറലി ഒക്കേറിംഗ് പാറ്റേൺസിൽ മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ, ഇവ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുള്ളൂ, പഠിക്കുന്നുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ഒന്നാമത്തെ ഒരു സ്വഭാവമായിട്ട് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് നിർദ്ദിഷ്ട വേരിയബിളുകളുടെ അളവായത് ദ മെഷർമെന്റ് ഓഫ് സ്പെസിഫിക് വേരിയബിൾസ് എന്ന് പറയുന്നത് നിർദ്ദിഷ്ട വേരിയബിളുകളുടെ അളവ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ബന്ധങ്ങളുടെ പാറ്റേണുകൾ വ്യക്തമാക്കുന്നതിന് സ്ഥിതിവിവര കണക്കുകൾ ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കുക. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നത്, രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള കാര്യങ്ങളല്ല ബന്ധങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കുന്നുണ്ട്, ഈ കോറിലേഷൻ സർവേസ് ഉപയോഗപ്പെടുന്നില്ല. ദ യൂസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ടു ക്ലാരിഫൈ പാറ്റേൺ ഓഫ് റിലേഷൻഷിപ്പ്, അതായത് റിലേഷൻഷിപ്പ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉറപ്പുവരുത്താൻ വേണ്ടി എന്ത് ഉപയോഗിക്കുന്നുണ്ട്, കോറിലേഷൻ സർവേകൾ ഉപയോഗപ്പെടുന്നില്ല. അതായത് ബന്ധങ്ങളുടെ പാറ്റേണുകൾ വ്യക്തമാക്കുന്നതിന് സ്ഥിതിവിവര കണക്കുകൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അതിന് മറ്റൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയുന്നത് ഒന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ അത്രയും ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് നോക്കാനുള്ളത്. ഇനി നമ്മൾ നോക്കുന്നത് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഓഫ് കോറിലേഷൻ ആണ്. കോറിലേഷൻ സർവേയുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ആണ് നോക്കുന്നത്. ഒന്നാമത്തെ പോയിന്റ് ആദ്യം പറഞ്ഞ സ്ട്രെങ്ത് ആണ്. ഒന്നാമത്തെ പോയിന്റ് എന്താ പറയുന്നത് നോക്കാം, ഒരു വേരിയബിളും ഒരു കൃത്രിമ പ്രക്രിയയിലൂടെ കടന്നു പോകുന്നില്ല, അതായത് എക്സ്ട്രാ ഓർഡിനറി ആയ പ്രവർത്തനത്തിലൂടെ കടന്നു പോകുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒന്നാമത് പ്രത്യേകത. കാരണം രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യണമല്ലോ, അപ്പോൾ അവിടെ എക്സ്ട്രാ ഓർഡിനറി രീതിയിലുള്ള ഒരു മുന്നേറ്റം നടക്കൂല എന്നുള്ളതാണ് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞാൽ പരസ്പര ബന്ധമുള്ള ഗവേഷണത്തിനൊപ്പം രണ്ട് വ്യത്യസ്ത ഡാറ്റാ ശേഖരണ രീതികൾ ലഭ്യമാണ്. അതായത്
രണ്ട് കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് രണ്ടോടത്തും എന്തുണ്ട് നമുക്ക് ഡാറ്റ ശേഖരണം അല്ലെങ്കിൽ ഡാറ്റകൾ ലഭിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഡാറ്റ ശേഖരണ രീതികൾ ലഭ്യമാണെന്ന് പറയുന്നത് പരസ്പര ബന്ധമുള്ള ഗവേഷണത്തിനൊപ്പം രണ്ട് വ്യത്യസ്ത ഡാറ്റ ശേഖരണ രീതികൾ ലഭ്യമാണെന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. പക്ഷേ മൂന്നാമത്തെ പോയിന്റ് എന്താ പറയുക, പരസ്പര ബന്ധമുള്ള ഗവേഷണത്തിൽ നിന്നുള്ള ഫലങ്ങൾ കൂടുതൽ ബാധകമാണ് അല്ലെങ്കിൽ ഉപകാരപ്രദമാണ് എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ പരസ്പര ബന്ധമുള്ള ഗവേഷണത്തിൽ അതിൽ നിന്ന് കിട്ടുന്ന ഈ ഫലങ്ങൾക്ക് എന്നിട്ട് കൂടുതൽ ഉപകാരപ്രദമാണ്, കൂടുതൽ ബാധകമാണെന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് ഫോർത്ത് പോയിന്റ് എന്താണ്, ഇത് ഗവേഷണത്തിന് പ്രയോജനകരമായ ഒരു ആരംഭ സ്ഥാനം വാഗ്ദാനം ചെയ്യുന്നത്. കോറിലേഷൻ സർവേ നമുക്ക് സ്റ്റാർട്ടിങ്ങിനുള്ള ഒരു കാര്യം ചെയ്തു തരുന്നുണ്ട് എന്നുള്ളതാണ് ഇത് മറ്റൊരു സ്ട്രെങ്ത് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് സർവേ മെത്തേഡ് ഈസ് ഹെൽപ്ഫുൾ ഇൻ കോറിലേഷൻ റിസർച്ച് അല്ലേ, കോറിലേഷൻ റിസർച്ചിനെ സഹായിക്കുന്നത് അല്ലെങ്കിൽ സർവേ മെത്തേഡ്സിൽ ഒരു മെത്തേഡാണ് എന്താ ഈ കോറിലേഷൻ റിസർച്ച് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് പരസ്പര ബന്ധമുള്ള ഗവേഷണ പഠനത്തിൽ ഫലങ്ങൾ തരംതിരിക്കാൻ എളുപ്പമാണ്. അതായത് ഇത്തരം സർവേകൾ, ഇത്തരം കോറിലേഷൻ സർവേകൾ എന്തിനു സുഖമാണ്, പരസ്പര ബന്ധമുള്ള ഗവേഷണ പഠനത്തിന്റെ ഫലങ്ങൾ തിരിച്ചറിയാൻ എളുപ്പമാണ്, അതിന്റെ റിസൾട്ട് പെട്ടെന്ന് നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു സ്ട്രെങ്ത് ആയിട്ട് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് വീക്ക്നെസ് കോറിലേഷൻ റിസർച്ച് സർവേ, കോറിലേഷൻ റിസർച്ച് സർവേയുടെ വീക്ക്നെസ്സുകൾ നോക്കുന്നത്. ഒന്നാമത്തെ പോയിന്റ് എന്താ പറയുന്നത്, പരസ്പര ബന്ധിതമായ ഗവേഷണം ബന്ധങ്ങളെ മാത്രമേ കണ്ടെത്തൂ എന്ന് പറയുന്നില്ല. അതായത് നമ്മൾ കോറിലേഷൻ സർവേസിനകത്ത് പ്രധാന കോറിലേഷൻ ആണ്, അപ്പോൾ അവിടെ ബന്ധങ്ങൾ മാത്രമേ ഇതിൽ ആവശ്യമുള്ളൂ, ആ ബന്ധങ്ങൾ മാത്രമേ കണ്ടെത്തുന്നുള്ളൂ എന്നുള്ളതാണ് അതിന്റെ ഒന്നാമത്തെ ഒരു വീക്ക്നെസ് ആയിട്ട് ഇവിടെ പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്താ, ഏതൊക്കെ വേരിയബിളുകൾക്കാണ് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ളതെന്ന് ഇത് നിർണ്ണയിക്കുന്നില്ല. അതായത് ഒരു വേരിയബിൾ ഉണ്ടായ മാറ്റം മറ്റൊന്നിൽ മാറ്റം ഉണ്ടായി, പക്ഷെ അത് ഏതിനാണ് ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്താൻ പറ്റിയത് എന്നുള്ളത് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റൂല എന്നുള്ളത് അതിന്റെ മറ്റൊരു വീക്ക്നെസ് ആയിട്ട് പറയുന്നുണ്ട്. പരസ്പര ബന്ധിതമായ ഗവേഷണം സമയമെടുക്കുന്ന പ്രക്രിയ ആയേക്കാം എന്ന് പറയുന്നില്ല, ആയിരിക്കും എന്ന് പറയുന്നത്, അതായത് കുറച്ച് ടൈം എടുക്കും എന്ന് പറയുന്നുണ്ട്. പക്ഷെ പറയുന്നത് ബാഹ്യമായ വേരിയബിളുകൾ വിവരത്തെ തടസ്സപ്പെടുത്തിയേക്കാം എന്ന് പറയുന്നുണ്ട്. അതിനെ ഗുണമേന്മയെ പ്രതികൂലമായി ബാധിച്ചേക്കാം എന്ന് പറയുന്നത്, അതിന്റെ ഗുണത്തെ എന്ത് ചെയ്യാം, പ്രതികൂലമായിട്ട് ബാധിച്ചേക്കും, ദോഷകരമായി ബാധിച്ചേക്കാം എന്ന് പറയുന്നുണ്ട്. ഒന്ന് മനസ്സിലാക്കി വെക്കാൻ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. അടുത്ത സ്ലൈഡ് നോക്കാം നമുക്ക്. നമ്മളിതുവരെ പറഞ്ഞത് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് സ്റ്റഡിയാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് റിസർച്ച് സർവേയാണ്. ഇനി നമ്മൾ പറയുന്നത് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആണ്, കേസ് സ്റ്റഡി, എത്നോഗ്രഫി, ലൈഫ് ഹിസ്റ്ററി. അതിൽ ആദ്യം നമ്മൾ ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്താണെന്ന് മനസ്സിലാക്കി വെക്കണം. മനഃശാസ്ത്രം, നരവംശാസ്ത്രം, സാമൂഹ്യശാസ്ത്രം എന്നീ പഠന മേഖലകളിലെ പ്രധാന രീതിയാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. മനുഷ്യന്റെ പെരുമാറ്റ രീതികളെ കുറിച്ചുള്ള പഠനങ്ങളിലാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് രീതികൾ ഉപയോഗിക്കാറുള്ളത്. അതായത് സ്വഭാവങ്ങൾ അല്ലെങ്കിൽ ഗുണങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് അതിന്റെ ഗുണം ചിലപ്പോൾ ചീത്തയാവാം, ദോഷമാവാം ചീത്തയാവാം, നല്ലതാവാം. അപ്പോൾ ആ ഗുണങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആയിട്ട് പറയുന്നത്. സംഖ്യാപരമായും സ്റ്റാറ്റിസ്റ്റിക്കൽ രീതികൾ ഉപയോഗിച്ച് വിശകലനം ചെയ്യാൻ പറ്റാത്തതുമായ എല്ലാ പഠനങ്ങളും ഗുണാത്മക പഠനങ്ങളുടെ പരിധിയിൽ വരും എന്നുള്ളതായത് സംഖ്യാപരമായിട്ടോ സ്റ്റാറ്റിസ്റ്റിക്കൽ രീതിയിലോ ഉപയോഗിക്കാൻ പറ്റാത്ത രീതികളാണ് അവിടെ ഉപയോഗിക്കുന്നുണ്ടാവുക, ക്വാളിറ്റേറ്റീവ് റിസർച്ചിനകത്ത് ഉപയോഗിക്കുന്നുണ്ടാവുക. അപ്പോൾ മനസ്സിലായി, ഈ ഒരു സ്റ്റാൻസ് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. സംഖ്യാപരമായും സ്റ്റാറ്റിസ്റ്റിക്കൽ രീതികൾ ഉപയോഗിച്ച് വിശകലനം ചെയ്യാൻ പറ്റാത്തതുമായ എല്ലാ പഠനങ്ങളും ഗുണാത്മക പഠനങ്ങളുടെ പരിധിയിൽ വരും എന്നുള്ളതാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് ഒന്ന് കേസ് സ്റ്റഡിയാണ്. അതിന് ക്വാളിറ്റേറ്റീവ് റിസർച്ചിനകത്തുള്ള ഒന്നാമത്തെ ഭാഗമായിട്ടുള്ള കേസ് സ്റ്റഡി എന്താ നമ്മൾ നോക്കുന്നത് അല്ലേ. യഥാർത്ഥ സ്ഥിതി പഠനം പ്രാധാന്യം നൽകുന്നത് സാമൂഹിക ഘടനകളുടെ ഗുണപരമായ വിശകലനങ്ങളാണ് അല്ലേ. അതായത് ഗുണപരമായ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥ സ്ഥിതി പഠനം ഉപയോഗിക്കുന്നത്, കേസ് സ്റ്റഡികൾ ഉപയോഗിക്കുന്നത്. കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഒരു വിഷയം നമ്മൾ അങ്ങോട്ട് നൽകുകയാണ്, ഒരു കേസ് കൊടുക്കലാണല്ലോ, ആ കേസിനെ കുറിച്ച് എന്ത് നമ്മൾ പഠിക്കുക അല്ലെങ്കിൽ അറിയുക എന്നുള്ളതാണ് കേസ് സ്റ്റഡി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഏതെങ്കിലും ഒരു സാമൂഹിക ഘടകത്തിലെ തുടക്കം, വളർച്ച, ഇന്നത്തെ അവസ്ഥ എന്നിവയെക്കുറിച്ചുള്ള വിപുലമായ ഒരു പഠനമാണ് യഥാർത്ഥ സ്ഥിതി പഠനം. അതായത് ഒരു ഇപ്പോഴത്തെ ആ കണ്ടീഷനിലല്ല, ഏതെങ്കിലും ഒരു സമൂഹം ആ ഒരു സമൂഹത്തിന്റെ ഉത്ഭവം അതായത് അതാണ് തുടക്കം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, വളർച്ച, അവരുടെ ഉയർച്ച, അതുപോലെ തന്നെ ഇന്നത്തെ അവസ്ഥ എന്നിവയെക്കുറിച്ചുള്ള വിപുലമായ ഒരു പഠനമാണ് യഥാർത്ഥ സ്ഥിതി പഠനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പല മേഖലകളിലും ഇത്തരം പഠനങ്ങൾ നടത്താറുണ്ട്. ഒരു വ്യക്തി, ഒരു സ്വഭാവം, ഒരു കുടുംബം എന്നിങ്ങനെ സമൂഹത്തിലെ എല്ലാ ഘടകങ്ങളെയും പഠന വിധേയമാക്കാം. അതായത് കേസ് സ്റ്റഡികൾ പല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഒരു വ്യക്തിയെക്കുറിച്ചോ, ഒരു വ്യക്തിയുടെ സ്വഭാവത്തെക്കുറിച്ചോ, അയാളുടെ കുടുംബത്തെക്കുറിച്ചോ, ബിസിനസ് സ്ഥാപനങ്ങളെക്കുറിച്ചോ ഒക്കെ എന്ത് വരാറുണ്ട്, കേസ് സ്റ്റഡികൾ ഉപയോഗപ്പെടുത്താറുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകതയായിട്ട് ഒന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. പക്ഷെ നോക്കുന്നത് എന്താണ് എത്നോഗ്രഫി എന്നുള്ളത്. എത്നോഗ്രഫി നരവംശാസ്ത്രത്തിന്റെ ഒരു ശാഖയാണ് നരവംശാസ്ത്ര സംസ്കാരം. എത്നോഗ്രഫി നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ടോ, ആന്ത്രപ്പോളജിക്കകത്ത് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ നരവംശാസ്ത്രത്തിന്റെ ഒരു ശാഖയാണ് നരവംശാസ്ത്ര സംസ്കാരം എന്ന് പറയുന്നുണ്ട്.
ജനങ്ങളുടെയും സംസ്കാരങ്ങളുടെയും അവരുടെ ആചാരങ്ങൾ, ശീലങ്ങൾ, പരസ്പരം വ്യത്യാസങ്ങൾ എന്നിവയുടെ ശാസ്ത്രീയ വിവരണം. അതായത് ഈ ജനങ്ങളുടെ പല സംസ്കാരങ്ങളും അവരുടെ സ്വഭാവങ്ങൾ, ആചാരങ്ങൾ, ശീലങ്ങൾ ഇവയിലൊക്കെ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ പഠിക്കുന്ന രീതിയാണ് ഈ എത്നോഗ്രഫി ആയിട്ട് പറയുന്നത്. നരവംശാസ്ത്ര സംസ്കാരം ഒരു കൂട്ടം ആളുകളെയും അവരുടെ സംസ്കാരത്തെയും കുറിച്ചുള്ള പഠനമാണ്. അതായത് നരവംശ സംസ്കാരം എന്നല്ല, എത്നോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കൂട്ടം ആളുകളെയും അവരുടെ സംസ്കാരത്തെയും കുറിച്ചുള്ള പഠനമാണ് നരവംശാസ്ത്രം എന്ന് പറയുന്നുണ്ട്. എത്നോഗ്രഫിക് ഗവേഷണം ഒരു ഗുണപരമായ ഗവേഷണ സമീപനമാണ്, ഒരു ക്വാളിറ്റേറ്റീവ് സമീപനമാണെന്ന് പറയുന്നുണ്ട്. അതിൽ അവയുടെ സ്വാഭാവിക വേരിയബിളുകൾ നിരീക്ഷിക്കുന്നത് ഉൾപ്പെടുന്നതായി. സ്വാഭാവിക വേരിയബിളുകളാണ് ഇവിടെ നിരീക്ഷിക്കപ്പെടുന്നത്. അല്ലെങ്കിൽ വസ്തുനിഷ്ഠമായ ഗവേഷണ ഫലങ്ങളിൽ എത്തിച്ചേരുന്നതിന് ഇത് ഉപയോഗിക്കുന്നില്ല. വസ്തുനിഷ്ഠമായ ഗവേഷണ ഫലങ്ങളിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു രീതിയായിട്ട് പറയുന്നത്. അതിനെന്ത് ചെയ്യും? ഇത് ഉപയോഗപ്പെടുത്താറുണ്ട്. എന്ത് ചെയ്ത് മനസ്സിലാക്കി വെക്കാം. ഓരോ സമൂഹത്തിലും നിലനിൽക്കുന്ന സംസ്കാരത്തെ കുറിച്ചുള്ള പഠനമാണ് എത്നോഗ്രഫി. അതായത് അവരുടെ ഒരു സമൂഹത്തിന്റെ സംസ്കാരത്തെക്കുറിച്ച്, അല്ലെങ്കിൽ അവരിലുള്ള സ്വഭാവത്തെ, അല്ലെങ്കിൽ അവരുടെ സംസ്കാരത്തിന്റെ സ്വഭാവത്തെ കുറിച്ച് അറിയാനുള്ള ഒരു പഠനത്തെയാണ് നമ്മൾ പറയുന്നത് എത്നോഗ്രഫി ആയിട്ട് പറയുന്നത്. നമ്മൾ ആന്ത്രോപോളജിയുടെ ഭാഗത്തൊക്കെ ചില ആളുകൾ ക്ലാസ് എടുത്ത ആളുകൾ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടാവും. മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഞാൻ എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എത്നോഗ്രഫി എന്താ ചോദിച്ചാൽ ഇതും കൂടെ അതിൻ്റെ കൂടെ കൊടുത്തേക്കാം. എത്നോഗ്രഫിക്ക് 5 പ്രധാന വശങ്ങളുണ്ട്. ഒന്ന് പറയുന്നത് എന്താണ്? ദൈനംദിന സന്ദർഭങ്ങളിൽ ആളുകളോട് പെരുമാറ്റത്തെക്കുറിച്ച് കുറിച്ചുള്ള പഠനമാണ് എത്നോഗ്രഫി പറയുന്നുണ്ട്. രണ്ടാമത് ഭാഗത്ത് എന്താ പറയുക? വലിയ തോതിൽ അനൗപചാരിക നിരീക്ഷണത്തെയും സംഭാഷണത്തിനെയും അടിസ്ഥാനമാക്കിയുള്ളതാണ്. എത്നോഗ്രഫിന്റെ പ്രത്യേകത എന്താണ്? അനൗപചാരികമായ നിരീക്ഷണത്തെയും അതുപോലെ തന്നെ സംഭാഷണത്തെയും അടിസ്ഥാനമാക്കിയുള്ളതാണ് എത്നോഗ്രഫി എന്ന് പറയുന്നുണ്ട്. മൂന്നാമത്തെ പറഞ്ഞ താരതമ്യേന ഘടന ഇല്ലാത്തതാണ് എത്നോഗ്രഫി. ഒരു പ്രത്യേകിച്ച് ഘടനയോ സിസ്റ്റമാറ്റിക്കായ രീതിയോ അല്ല എന്തിനുള്ളത്? എത്നോഗ്രഫിക്കുള്ളത് പറയുന്നുണ്ട്. പറയുന്നത് എന്താണ്? ചെറിയ കേസുകൾ ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ ചെറിയ കേസുകളിലാണ് എത്നോഗ്രഫി ഉപയോഗപ്പെടുത്തുന്നത്. അതിനെ കാരണങ്ങളെക്കാൾ കൂടുതൽ വിവരം വാഗ്ദാനം ചെയ്യുന്നു. അതായത് കാര്യങ്ങളും കാരണങ്ങളും കണ്ടെത്തുന്നതിനേക്കാളും കൂടുതൽ വിവരണമാണ്, കൂടുതൽ വിവരങ്ങളാണ്, കൂടുതൽ എക്സ്പ്ലനേഷൻസുകളാണ് ലഭിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു വശമായിട്ട് പറയുന്നത് കേട്ടോ. നമ്മൾ അഡ്വാൻസ് ഓഫ് എത്നോഗ്രഫിയാണ്. എത്നോഗ്രഫിയുടെ അഡ്വാൻസിൽ സങ്കീർണത വെളിപ്പെടുത്താൻ നരവംശാസ്ത്രത്തിന് കഴിയും എന്നുള്ളതാണ്. വളരെ വൈഡായ കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്താനായിട്ട് ഇത്തരം ശാസ്ത്രങ്ങൾക്ക് കഴിയും എന്നുള്ളതാണ് പറഞ്ഞത്. എന്നുവെച്ചാൽ പറഞ്ഞത് മുമ്പ് അറിയപ്പെടാത്തവ തിരിച്ചറിയാനും വിശകലനം ചെയ്യാനും സഹായിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു അഡ്വാൻസ് ആയിട്ട് പറയുന്നത്. മൂന്നാമത് പറഞ്ഞാൽ ഇത് വിശദവും കട്ടിയുള്ളതുമായ വിവരണം നൽകുന്നു. അതായത് നമുക്ക് കൂടുതൽ എക്സ്പ്ലെയിൻഡ് ആയ കാര്യങ്ങൾ ലഭിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. ഇത് യഥാർത്ഥ ജീവിത പരിസ്ഥിതികളിലെ സ്വാഭാവിക പ്രവർത്തനങ്ങളെ പഠിക്കുന്നു എന്നുള്ളതാണ് ഇതിന് മറ്റൊരു അഡ്വാൻസ് ആയിട്ട് പറഞ്ഞത്. ഇത് യഥാർത്ഥ ജീവിത പരിസ്ഥിതികളിലെ സ്വാഭാവിക പ്രവർത്തനങ്ങൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. ഇത് അപ്രതീക്ഷിത ഫലങ്ങളും നിരീക്ഷണവും നൽകിയേക്കാം എന്ന് പറയുന്നത്. നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അപ്രതീക്ഷിതമായ വിവരങ്ങളൊക്കെ നമുക്ക് ലഭിക്കുമെന്ന് പറയുന്നുണ്ട്. നരവംശാസ്ത്രം ഒരു വ്യക്തിക്ക് മാത്രമായി നടത്താമെന്ന് പറയുന്നുണ്ട്. അതുപോലെ ഇത് പ്രായോഗികമായി എവിടെയും നടപ്പിലാക്കാൻ കഴിയും എന്നുള്ളതാണ് പറയുന്നത്. ഇത് നിങ്ങളുടെ വ്യക്തിപരമായ കഴിവുകളും ശക്തികളും പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളതാണ് എത്നോഗ്രഫിയുടെ മറ്റൊരു അഡ്വാൻസ് ആയിട്ട് പറയുന്നത്. പക്ഷേ ഇത് നിങ്ങൾക്ക് യഥാർത്ഥത്തെക്കുറിച്ചുള്ള ഒരു ആന്തരിക വീക്ഷണം നൽകുന്നു കൂടെ പറയുന്നത്. നമുക്ക് എന്താണ് ഫോർകാസ്റ്റിംഗ് പവർ നൽകുന്നത് എത്നോഗ്രഫിയാണെന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. പറയുന്നത് ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് ഓഫ് എത്നോഗ്രഫി ചോദിച്ചേക്കാം, മനസ്സിലാക്കി വെച്ചോട്ടോ. ഇത് സമയമെടുക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഇതിന് ഗവേഷണത്തിന്റെ ഭാഗത്ത് നിന്ന് ഉയർന്ന വൈദഗ്ധ്യം ആവശ്യമാണ്. അതായത് ഗവേഷകന്റെ ഭാഗത്ത് അല്ലെ, അതായത് ആരാണോ റിസർച്ച് നടത്തുന്നത് അയാൾക്ക് നല്ല വൈദഗ്ധ്യമാണ്, നല്ല കഴിവ് വേണം എന്ന് പറയുന്നുണ്ട്. മൂന്നാമത് പറഞ്ഞാൽ ഇത് വളരെ ചിലവേറിയതാ പറയുന്നില്ല. അപ്പോൾ ടൈം എടുക്കും. അതുപോലെ തന്നെ ഗവേഷകന് നല്ല കഴിവ് വേണം, ചെലവ് കൂടുതലാണ്. നാലാമത് പറഞ്ഞത് ഗവേഷകന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയായേക്കാം എന്ന് പറയുന്നില്ല. ഗവേഷകൻ എന്നുണ്ട് സുരക്ഷയ്ക്ക് ഭീഷണിയായേക്കാം എന്ന് പറയുന്നുണ്ട്. ഗവേഷണം ഇപ്പോൾ ഇത്തരം പഠനങ്ങൾ നമ്മൾ എത്നോഗ്രഫികൾ പഠിക്കുന്ന സമയത്ത് സ്വഭാവമല്ല, നമ്മൾ സംസ്കാരത്തെക്കുറിച്ചൊക്കെ ചോദിച്ച് അന്വേഷിച്ചറിയുന്ന സമയത്ത് ചിലപ്പോൾ എന്ത് ചെയ്യും, അയാൾക്ക് എന്തെങ്കിലും ആളുകളിൽ നിന്ന് ചിലപ്പോൾ ചീത്തയായ കാര്യങ്ങൾ അനുഭവപ്പെട്ടേക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗവേഷകന്റെ സുരക്ഷയെ എന്ത് ചെയ്ത് ഭീഷണിയായേക്കാം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഗവേഷകന്റെ കഴിവും അതുപോലെ തന്നെ സംവേദനക്ഷമതയും അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ എത്നോഗ്രഫി എന്ന് പറയുന്നുണ്ട്. പക്ഷേ പറയുന്നത് കാര്യകാരണ ബന്ധങ്ങൾക്ക് പ്രസക്തി കുറവാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പരികല്പന രൂപീകരിക്കുന്നതിലും പരിശോധിക്കുന്നതിലും പരിശോധനയിലും ബുദ്ധിമുട്ടായത് ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യാനും അത് പരിശോധിക്കാനും എന്താണ് ബുദ്ധിമുട്ടാണെന്നുള്ള കേസാണ് അവിടെ പറഞ്ഞു തരുന്നത് കേട്ടോ. നമ്മൾ നോക്കുന്നത് എന്താണ് ലൈഫ് ഹിസ്റ്ററി എന്നുള്ളതാണ്. നമ്മൾ ക്വാളിറ്റേറ്റീവ് റിസർച്ചിനകത്തുള്ള ലാസ്റ്റ് പോയിന്റ് ആയ ലൈഫ് ഹിസ്റ്ററിയാണ് നമ്മൾ നോക്കുന്നത്. വ്യക്തിയുടെ ആത്മനിഷ്ഠത പ്രകടിപ്പിക്കുന്നതിൻ്റെ പ്രസക്തി അവൻ്റെ അനുഭവങ്ങളുടെയാണ് അല്ലേ. അതായത് അയാളിലെ നമ്മളുടെ ആത്മാർത്ഥമായ കാര്യങ്ങൾ കിട്ടുന്നത് തന്നെയാണ് നമുക്ക് നമ്മളെ അനുഭവങ്ങളിൽ നിന്നാണെന്നുള്ളതാണ് അവർ പറഞ്ഞു വരുന്നത്. ഇത്
ഇത് സംബന്ധിച്ച വിവരങ്ങൾ നൽകുന്നത് അവൻ്റെ സാമൂഹിക അനുഭവങ്ങളിലൂടെയാണ് അല്ലെ. ജീവിത ചരിത്ര സമീപനം ഗുണപരമായ ഗവേഷണത്തിൽ പെടുന്ന, അതായത് നമുക്ക് നമ്മളെ ലൈഫിൽ നിന്ന് കിട്ടുന്ന നമ്മളുടെ എക്സ്പീരിയൻസുകളിൽ നിന്നാണ് നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ കൂടുതലായ കാര്യങ്ങൾ ലഭിക്കുക. അതൊരു ഗുണപരമായ ഗവേഷണത്തിൽ പെടുന്നു എന്നുള്ളതാണ് പറഞ്ഞത് അല്ലേ. രേഖാമൂലമുള്ളതും സംസാരിക്കുന്നതുമായ തെളിവുകളാണ് ഈ തന്ത്രങ്ങളിൽ പ്രയോജനപ്പെടുത്തുന്നത്. അതായത് നമുക്ക് ആരെങ്കിലും എഴുതി വെച്ചതോ അല്ലെങ്കിൽ ആരെങ്കിലും സംസാരിക്കുന്നതോ ആയ കാര്യങ്ങളല്ല. ഇപ്പോൾ ഒരാളുടെ അനുഭവം പറയുന്നത് അല്ലേ, അതെന്താണ് ക്വാളിറ്റേറ്റീവായ രീതിയിലാണ്, അതെന്ത് നമുക്ക് എഴുതിയെടുക്കാം എന്ന് പറയുന്നുണ്ട് അല്ലേ. എന്ന് പറയുന്നത് ജീവിത ചരിത്ര സമീപനം ഉപയോഗിക്കുന്നതിൽ നിരവധി പ്രശ്നങ്ങളുണ്ട്. ഡാറ്റയുടെ വിശ്വസ്തത, സാധുത, വ്യാഖ്യാനം എന്നിവയിൽ അത് ഉൾപ്പെടുന്നുണ്ട്. അതായത് എന്ത് ചെയ്യാം, നമുക്ക് ചിലപ്പോൾ ചില ആൾക്കാർ എന്ത് ചെയ്യുന്നില്ല, തള്ളി പറയാറുണ്ട്. നമ്മൾ തള്ളുക എന്നൊക്കെ പറയില്ല, അതായത് കൂടുതലായിട്ടോ അല്ലെങ്കിൽ തെറ്റായ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം പറഞ്ഞേക്കാം എന്ന് പറയുന്നുണ്ട്. ജീവചരിത്രം എന്നത് ഒരു വ്യക്തിയുടെ ജീവിതകാലത്തെ അതിജീവനത്തിൻ്റെയും പുനരുൽപാദന സ്വഭാവങ്ങളുടെ സംഭവങ്ങളുടെയും മാതൃകയെ സൂചിപ്പിക്കുന്നു. അതായത് ഒരു ലൈഫ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വ്യക്തിയുടെ ജീവിതകാലത്തെ അതിജീവനത്തിൻ്റെയും പുനരുൽപാദന സംഭവങ്ങളുടെയും മാതൃകയെ സൂചിപ്പിക്കുകയാണ് എന്ത് ചെയ്യുന്നത്, ലൈഫ് ഹിസ്റ്ററി ചെയ്യുന്നത്. എന്ത് ചെയ്യുന്നത് മനസ്സിലാക്കി വെക്കാം. അയാളുടെ ജീവിതകാലത്തെ അതിജീവനവും അതുപോലെ തന്നെ പുനരുൽപാദനവുമാണ് അയാളുടെ പഠിക്കുന്നുണ്ടാവുക എന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഞാൻ പറഞ്ഞ അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് ഓഫ് ലൈഫ് ഹിസ്റ്ററി അപ്രോച്ച് അല്ലെ. ലൈഫ് ഹിസ്റ്ററി അപ്രോച്ച് ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള മെച്ചങ്ങൾ. ഒന്നാമത് പോയിന്റ് എന്താ പറയുന്നത്, ജീവിത ചരിത്ര തന്ത്രം ഓപ്പൺ എൻഡഡ് ചോദ്യം ചെയ്യലിനെ ആശ്രയിച്ചിരിക്കുന്നു. ഇത്തരത്തിലുള്ള വിവരശേഖരണം ആഴത്തിലുള്ള വിവരണങ്ങളും വിശദാംശങ്ങളും ശേഖരിക്കാൻ സഹായിക്കുന്നുണ്ട്. അതായത് കൂടുതലായ വിവരങ്ങൾ ലഭിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞത്. രണ്ടാമത് ഭാഗം എന്താണ്, ഒരു വ്യക്തിയുടെ ജീവിത ചരിത്രത്തെക്കുറിച്ചുള്ള ഡാറ്റ ശേഖരിക്കുന്നത് പരിമിതപ്പെടുന്നില്ല. അതായത് അയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് കൂടുതലായിട്ട് ലഭിക്കാം. നമുക്ക് പരിധിയൊന്നുമില്ല. അയാൾ എത്ര കാലം ജീവിച്ചിരിപ്പുണ്ടോ അയാൾ അത്രയും കാലമായ കാര്യങ്ങൾ പറയാനുണ്ടാവും. അപ്പോൾ അതെന്ത് ചെയ്യും, അതിന് പ്രത്യേകിച്ച് ലിമിറ്റേഷൻ ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് പറയാൻ എന്താണ്, ജീവിത ചരിത്ര സമീപനം മറുവശത്ത് ഗവേഷണ വിഷയത്തിന്റെ നില അറിയിക്കുന്നു എന്ന് പറയുന്നത്. അതായത് നമുക്ക് എന്ത് ചെയ്യാം അല്ലെ, ഒരാളുടെ ഈ ലൈഫ് ഹിസ്റ്ററി പഠിക്കാൻ തന്നെ അത് ഗവേഷണത്തിന്റെ ഭാഗത്തും അതിന്റെ മെച്ചങ്ങളുണ്ടല്ലോ, അപ്പോൾ അതിന്റെ മെച്ചങ്ങളും കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ നാലാമത്തെ പോയിന്റ് പറയുന്നത്, ഒരു പ്രത്യേക ഘട്ടത്തിൽ സംഭവിക്കുന്ന സാമൂഹിക പ്രക്രിയയിൽ മനസ്സിലാക്കാനുള്ള വിവരം നൽകുന്നു എന്ന് പറയുന്നത്. അതായത് ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഇന്ന സമയങ്ങളിൽ സംഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ സംഭവിക്കുന്ന സാമൂഹിക പ്രക്രിയയിൽ മനസ്സിലാക്കാനുള്ള വിവരം നൽകുന്നു. അതായത് സമൂഹത്തിൽ നടക്കുന്ന എന്തെങ്കിലും ഇഷ്യൂസുകളോ കാര്യങ്ങളോ മനസ്സിലാക്കാനായിട്ട് എന്ത് സഹായിക്കുന്നുണ്ട്, ഇത്തരം റിസർച്ചുകൾ സഹായിക്കുന്നുണ്ട്, ലൈഫ് ഹിസ്റ്ററി സഹായിക്കുന്നുണ്ട്. പക്ഷേ അഞ്ചാമത്തെ പോയിന്റ് എന്താ പറയുന്നത്, വിവരദാതാവിന്റെ സാമൂഹികവും സാമ്പത്തികവുമായ കാര്യങ്ങളെ സമീപിക്കുന്നു. അതായത് അയാളെക്കുറിച്ച് അല്ലെങ്കിൽ അയാളുടെ സാമൂഹികമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നുള്ള പറയുന്നത്. വ്യക്തിഗത പ്രവർത്തനങ്ങളുടെ വിശദമായ വിവരണമാണ് ജീവചരിത്രം. അതായത് ഒരു വ്യക്തിയുടെ പ്രവർത്തനങ്ങളുടെ വിശദമായ വിവരണമാണ് വിശദമായ പഠനമാണെന്ത് ഈ വ്യക്തിഗത പഠനം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മുൻവിധികൾ ഒഴിവാക്കുന്നു എന്ന് പറയുന്നത് അതിൻ്റെ മറ്റൊരു പോയിന്റാണ്. അതുപോലെ തന്നെ മുൻകാല സ്വന്തം ജീവിതത്തെയും തങ്ങളെ തന്നെയും വിശകലനം ചെയ്യുന്നതിനുള്ള പഠനം എന്ന് പറയുന്നത്. അതായത് നമുക്കതിന് നമ്മളെ മുന്നത്തെ അവസ്ഥ എന്തായിരുന്നു, ഇപ്പം നമ്മളെ അവസ്ഥ എന്താണെന്നൊക്കെ എന്ത് ചെയ്യാൻ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്താണ്, ലൈഫ് ഹിസ്റ്ററിയിലൂടെയാണ് എന്ത് ചെയ്യാൻ മനസ്സിലാക്കി വെക്കുക കേട്ടോ. എട്ടാമത്തെ പോയിന്റ്, മുൻകാല സ്വന്തം ജീവിതത്തെയും തങ്ങളെ തന്നെയും വിശകലനം ചെയ്യാനുള്ള പഠനം. അതായത് അയാളെയും അതുപോലെ തന്നെ അയാളുടെ മുൻകാല പഠനത്തെയും എന്ത് ചെയ്യാൻ മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു അഡ്വാൻസ് ആയിട്ട് പറയുന്നത് കേട്ടോ. നമ്മൾ നോക്കുന്നത് എന്താ വെച്ചാൽ ലൈഫ് ഹിസ്റ്ററി അപ്രോച്ച് വീക്ക്നെസ് ആണ്. അതായത് ലൈഫ് ഹിസ്റ്ററി അപ്രോച്ചസ് വീക്ക്നെസ് ആണ്. ലൈഫ് ഹിസ്റ്ററി ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള വീക്ക്നെസ്സുകൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജ്. നേരത്തെ നമ്മൾ സ്ട്രെങ്ത് പറഞ്ഞത്, അതുപോലെ തന്നെ ഇത് ഡിസഡ്വാൻറ്റേജ് ആണ്. ഒന്നാമത്തെ പോയിന്റ് എന്താ പറയുന്നത്, ജീവചരിത്രം വളരെ ആഴത്തിലുള്ളതും വിശദവും ആയതിനാൽ ഇത് വളരെ കാലം എടുത്തേക്കാന്ന് പറയാം. കുറച്ച് ചിലപ്പോൾ ടൈം എടുക്കും എന്നുള്ളതാണ് ഉദ്ദേശം. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്, സാമ്പിൾ വലുപ്പം തിരഞ്ഞെടുക്കുന്നത് ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടും ഉണ്ടായത് ഒരു വ്യക്തിയുടെ ലൈഫ് ഹിസ്റ്ററിയാണ്. അപ്പം നമ്മൾ എത്രയും സാമ്പിൾ ഹിസ്റ്ററി സാമ്പിൾ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടല്ലേ, മനസ്സിലാക്കി വെക്കാം. നെക്സ്റ്റ് പറയുന്നത് സാമൂഹ്യ ജനറലൈസ്, അതായത് സാമാന്യവൽക്കരിക്കാൻ പ്രയാസമാണ്, ജനറലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടാന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഡാറ്റ സമാഹരണവും ചിട്ടയായ താരതമ്യവും ബുദ്ധിമുട്ടാന്ന് പറയുന്നുണ്ട്. അതുപോലെ ഗവേഷകന്റെ വ്യക്തിഗത സവിശേഷതകളെ ആശ്രയിച്ചിരിക്കുന്നു പറയുന്നത്. അതായത് ഗവേഷകന്റെ കഴിവിനെ ആശ്രയിച്ചിരിക്കുകയാണെന്ത് ഒരു ലൈഫ് ഹിസ്റ്ററി അപ്രോച്ച് അല്ലെങ്കിൽ ലൈഫ് ഹിസ്റ്ററി സർവേ ആയിട്ട് പറയുന്നത് കേട്ടോ. ലൈഫ് ഹിസ്റ്ററി ക്വാളിറ്റേറ്റീവായ ഒരു റിസർച്ച് മെത്തേഡാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഗവേഷകന്റെ വ്യക്തിപരമായ കഴിവും എന്തിനെ ആശ്രയിച്ചിരിക്കും, ലൈഫ് ഹിസ്റ്ററിയെ ആശ്രയിച്ചിരിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ആൻഡ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആണ്. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചും ക്വാളിറ്റേറ്റീവ് റിസർച്ചും തമ്മിലുള്ള
അഡ്വാൻസോ ഡിസഡ്വാൻസോ. അപ്പോൾ ക്വാളിറ്റേറ്റീവ് റിസർച്ചിന് അഡ്വാൻസ് പറയും, പിന്നെ ക്വാളിറ്റേറ്റീവ് റിസർച്ചിന് ഡിസഡ്വാൻസ് പറയും, പിന്നെ അതേപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൻ്റെ അഡ്വാൻസ് പറയും, പിന്നെ അതേപോലെ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൻ്റെ അഡ്വാൻസും ആണ് ഡിസഡ്വാൻസും ആണ് പറയുന്നത്. നോക്കാം ഏതായാലും. അത് നോക്കാം, അഡ്വാൻറ്റേജസ് ഓഫ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആണ്. ഒന്നാമത് പോയിന്റ് എന്താ പറയുന്നത്, വിഷയ സാമഗ്രികൾ കൂടുതൽ വിശദമായി വിലയിരുത്താമെന്ന് പറയുന്നുണ്ട്. ക്വാളിറ്റേറ്റീവ് റിസർച്ച് കൂടുതൽ എന്ത് ചെയ്യാം, നമുക്ക് വിശദമാക്കാം എന്നുള്ളതാണ് അതിൻ്റെ ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്താ പറയുന്നത്, ഗവേഷണ ചട്ടക്കൂടുകൾ ലഭ്യമായ ഡാറ്റയുടെ അടിസ്ഥാനത്തിലാക്കാമെന്ന് പറയുന്നത്. നമ്മളെ ഫ്രെയിംവർക്ക്, നമ്മളെ ഗവേഷണ ഫ്രെയിംവർക്ക് നമുക്ക് ലഭ്യമായ ഡാറ്റയുടെ അടിസ്ഥാനത്തിലാക്കാമെന്ന് പറയുന്നുണ്ട്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മനുഷ്യന്റെ അനുഭവങ്ങളെയും നിരീക്ഷണങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ളതാണ് ഗുണപരമായ ഗവേഷണ ഡാറ്റ. അതായത് മനുഷ്യന്മാരുടെ സ്വഭാവങ്ങളിൽ അവരുടെ കണ്ടീഷന്റെ അടിസ്ഥാനത്തിലാണ് എന്തുണ്ടാവുക, ഇത്തരം ക്വാളിറ്റേറ്റീവ് റിസർച്ചുകൾ ഉണ്ടാവുക എന്ന് മനസ്സിലാക്കിയത്. നെക്സ്റ്റ് പറയുന്നത് ശേഖരിച്ച ഡാറ്റയ്ക്ക് ഒരു പ്രവചന ഗുണമുണ്ടെന്ന് പറയുന്നുണ്ടല്ലേ. അതായത് ഇത്തരം ഡാറ്റകൾക്ക് എന്നിട്ട് പ്രവചിക്കാൻ പറ്റുന്ന ഗുണങ്ങളുണ്ട്. അതായത് നമുക്ക് ഏകദേശം ഐഡിയകൾ നമ്മൾ ക്വാളിറ്റേറ്റീവ് രീതിയിൽ നേടുകയാണ്, അപ്പോൾ നമുക്ക് ഏകദേശം പ്രവചിക്കാനായിട്ടും പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു ക്വാളിറ്റി ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, സാമൂഹ്യ ശാസ്ത്രജ്ഞർക്ക് ഉപകാരപ്രദമായ ധാരാളം ഡാറ്റകൾ സൃഷ്ടിക്കുന്നു എന്ന് പറയുന്നത്. അതായത് ഇത്തരം ഗവേഷകർക്ക്, അതായത് സോഷ്യൽ റിസർച്ചേഴ്സിന് കൂടുതലായ ഡാറ്റകൾ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിന് മറ്റൊരു ക്വാണ്ടിറ്റി ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് പ്രതികരിക്കുന്നവരുടെ വീക്ഷണങ്ങൾ കൂടുതൽ നന്നായി മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതായത് ആരാണോ നമ്മളോട് പ്രതികരിക്കുന്നത് അവരുടെ സ്വഭാവം കൂടെ, അല്ലെങ്കിൽ അവരുടെ എപ്പോഴത്തെ കണ്ടീഷൻ കൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു അഡ്വാൻസ് ആയിട്ട് പറയുന്നത്. ഒന്ന് മനസ്സിലാക്കി വെക്കുക. രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ക്വാളിറ്റേറ്റീവ് റിസർച്ച്. നമ്മൾ ആദ്യം നോക്കിയത് അഡ്വാൻറ്റേജസ് ഓഫ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആണ്. ഇനി നമ്മൾ നോക്കി ഡിസഡ്വാൻറ്റേജസ് ഓഫ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആണ്. അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്താ പറയുന്നത്, ഇതൊരു സമയമെടുക്കുന്ന പ്രക്രിയയാണെന്ന് പറയുന്നുണ്ട്. ഗുണപരമായ ഗവേഷണ ഫലങ്ങൾ പരിശോധിക്കാൻ ബുദ്ധിമുട്ട്. അതായത് ഗുണാത്മകപരമായ കാര്യങ്ങൾ, ക്വാണ്ടിറ്റേറ്റീവ് എണ്ണി തിട്ടപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പരിശോധിക്കാനും ഗുണപരമായ കാര്യങ്ങൾ പരിശോധിക്കാനും ബുദ്ധിമുട്ടല്ലേ. അതായത് ഗുണപരമായ കാര്യങ്ങൾ പരിശോധിക്കാനാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. കാരണം അത് വൈഡായ കാര്യമാണ്, എഴുതി ചേർത്ത കുറേ കാര്യങ്ങളാണ്, അല്ലാതെ എണ്ണങ്ങളോ സംഖ്യകളോ അല്ല. അപ്പോൾ അത് എന്താണ് മനസ്സിലാക്കാൻ കുറച്ച് പാടാണെന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ ഗുണപരമായ ഗവേഷണം സ്ഥിതിവിവരക്കണക്ക് പ്രതിനിധീകരിക്കുന്നില്ല, അതായത് സ്റ്റാറ്റിസ്റ്റിക്സിനെ പ്രതിനിധീകരിക്കുന്നില്ല ഇത്തരം ക്വാളിറ്റേറ്റീവ് റിസർച്ചുകൾ. അതായത് എണ്ണങ്ങളും സംഖ്യകളും നൽകുന്നില്ല എന്നുള്ളതാണ് ഇതിന് മറ്റൊരു ഡിസ്ക്വാളിറ്റി ആയിട്ട് പറയുന്നത്. പക്ഷേ പറയുന്നത് ഇത് ഡാറ്റക്കുള്ളിലെ പക്ഷാപാതത്തിന് കാരണം ഉണ്ടാക്കുന്നു പറയുന്നുണ്ട്. ഇത് ഗവേഷകന്റെ അനുഭവത്തെ ആശ്രയിച്ചിരിക്കുന്നു പറയുന്നുണ്ട്. ഇത് അധ്വാനപരമായ പ്രവർത്തനമാണെന്ന് പറയുന്നത്, കുറച്ച് റിസ്ക് ഉള്ള പ്രവർത്തനമാണെന്ത് ഈ ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ രീതികൾ എന്ത് ചെയ്യുന്നു മനസ്സിലാക്കി വെക്കുക, ഉഷാറായിട്ട് നോക്കി വെക്കുക കേട്ടോ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന അഡ്വാൻസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ആണ്. വേഗത്തിൽ വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയുമെന്നുള്ള അതിൻ്റെ ഒന്നാമത്തെ അഡ്വാൻസ് പറയുന്നത്. സാമ്പിളുകൾ ഉപയോഗിക്കാൻ പറ്റുന്നു എന്നുള്ള അതിന് മറ്റൊരു അഡ്വാൻസ്. അളവ് ഗവേഷണം ഉപയോഗിക്കുമ്പോൾ ഫലങ്ങളുടെ തനി പകർപ്പ് ലഭ്യമാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അളവ് ഗവേഷണം പരിശോധിക്കാനും വിലയിരുത്താനും എളുപ്പമാണെന്ന് പറയുന്നതിൻ്റെ മറ്റൊരു അഡ്വാൻസ് പറയുന്നുണ്ട്. അതുപോലെ ഉയർന്ന സാമ്പിൾ വലുപ്പത്തിൽ എത്താൻ സഹായിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു അഡ്വാൻസ് ആണ്. അതായത് അളവ് ഗവേഷണം പരിശോധിക്കാനും അതുപോലെ വിലയിരുത്താനും എളുപ്പമാണ്, ഉയർന്ന സാമ്പിൾ വലുപ്പത്തിൽ എത്താനും സഹായിക്കുന്നുണ്ട് എന്നുള്ള അതിൻ്റെ അഡ്വാൻസ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് അതിൻ്റെ ഡിസഡ്വാൻസ് പറയുന്നത് ഗവേഷണ മാതൃക സജ്ജീകരിക്കുക ബുദ്ധിമുട്ടാണ്. അതായത് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡ് അല്ലെങ്കിൽ ഉപയോഗിക്കാൻ എന്താണ് കുറച്ച് ബുദ്ധിമുട്ടേറിയ ഒരു പ്രവർത്തനമാണെന്ന് പറയുന്നുണ്ട്. അതിന് അളവ് ഗവേഷണം തെറ്റിദ്ധരിക്കപ്പെടാമെന്ന് പറയാം. അതായത് ചില സംഖ്യകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, തെറ്റായിട്ട് എഴുതി വെച്ചതായിട്ട് തോന്നാറുണ്ട് ചില കാര്യങ്ങളൊക്കെ. അങ്ങനെ അളവ് ഗവേഷണം തെറ്റിദ്ധരിക്കപ്പെടാം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സ്ഥിതിവിവരക്കണക്ക് പിന്തുടരുന്നതിനാൽ ഗവേഷകൻ വിശാലമായ തീരുമാനങ്ങളും ബന്ധങ്ങളും അവഗണിച്ചേക്കാം. അതായത് വിശാലമായ കാര്യങ്ങൾ സ്ഥിതിവിവരക്കണക്കുകൾ സ്ഥിതിവിവരക്കണക്ക് പിന്തുടർന്നു കഴിഞ്ഞാൽ വിശാലമായ തീരുമാനങ്ങളും ബന്ധങ്ങളും അവഗണിച്ച് പോയേക്കാം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ രീതി സാമൂഹിക പ്രതിഭാസങ്ങളുടെ പിന്നിലെ അർത്ഥം പരിഗണിക്കുന്നില്ല. അതായത് സമൂഹങ്ങളുടെ ബന്ധങ്ങളും അവരുടെ അർത്ഥങ്ങളും അതുപോലെ അവരുടെ ബന്ധത്തിന്റെ ആഴങ്ങളും കാര്യങ്ങളും എന്ത് ചെയ്യുന്നില്ല ഇവിടെ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു ഡിസഡ്വാൻസ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് അളവ് ഗവേഷണം ചിലപ്പോൾ വിരുദ്ധമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നുണ്ടും കൂടെ അതിന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും ഡിസഡ്വാൻറ്റേജസ് ആണ് ഇതിലുള്ള ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചുകൾ എന്ത് ചെയ്യുന്നത് മനസ്സിലാക്കി വെക്കാം. ഇതൊക്കെ എന്ത് ചെയ്യുന്നു ക്ലിയർ ചെയ്ത് വെക്കണം നിങ്ങൾ. ഞാൻ ഫാസ്റ്റിൽ പോകുന്നുണ്ട്, നോട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും വീണ്ടും ക്ലാസ് കാണാൻ എന്തെങ്കിലും ചെയ്യുക. വളരെ സിമ്പിളായ കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നത് കേട്ടോ, നോക്കി വെക്കാം. ഓക്കെ, ഡേസിന് നമ്മൾ നോക്കുന്നത് എന്താ വെച്ചാൽ ഡിഫറൻസ് ബിറ്റ്വീൻ ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ആണ്. രണ്ട് ഭാഗങ്ങളുണ്ട്, ക്വാളിറ്റേറ്റീവ് റിസർച്ചും ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചും. നിങ്ങൾ നോട്ടിൽ ഇരുന്ന ആൾക്കാരാണെന്ന് രണ്ട് ഭാഗത്ത് രണ്ട് പോർഷൻ ആക്കിയിട്ട് എന്ത് ചെയ്യാം കൊടുക്കാം കേട്ടോ. ഒന്നാമത്തെ പോയിന്റ് പറയുന്നത് ഗവേഷണ രൂപരേഖ മുൻകൂട്ടി നിർണ്ണയിക്കണമെന്നില്ല ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ. എന്നാൽ ഗവേഷണ പ്രക്രിയ പൂർണ്ണമായി മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം എന്നുള്ളതാണ്
ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിനകത്ത് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്താ? ഗവേഷകൻ നേരിട്ടാണ് വിവരശേഖരണം നടത്തുന്നത്, എന്നാൽ ചോദ്യാവലികൾ, ക്യാമറകൾ എന്നിവ വിവരശേഖരണത്തിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിന്റെ മറ്റൊരു ഡിഫറൻസ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് മൂന്നാമത്തെ ഡിഫറൻസ് എന്താ പറയുക? ചരിത്രങ്ങൾ, ശബ്ദങ്ങൾ എന്നിവയുടെ രൂപത്തിൽ വിവരങ്ങൾ ശേഖരിക്കപ്പെടുന്നു എന്ന് പറയുന്നുണ്ട് ക്വാളിറ്റേറ്റീവ് റിസർച്ചിനകത്ത്. എന്നാൽ സ്ഥിതിവിവര കണക്കുകളാണ് ശേഖരിക്കുന്നത് എന്നുള്ളതാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിന്റെ മറ്റൊരു അല്ലെങ്കിൽ ഒരു സ്വഭാവമായിട്ട് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത്. പക്ഷേ നാലാമത്തെ ഭാഗം പറയുന്നതാണ് വ്യക്തിയുടെ വിവരണങ്ങളും നിഗമനങ്ങളുമാണ് രേഖപ്പെടുത്തുന്നത്. അതായത് ഓരോ വ്യക്തികളുടെ വിവരണങ്ങൾ, അതുപോലെ തന്നെ ക്വാളിറ്റിയാണ് വിവരണങ്ങൾ, അതുപോലെ തന്നെ അവരുടെ അനുഭവങ്ങൾ, അവരുടെ നിഗമനങ്ങളാണ് അവിടെ രേഖപ്പെടുത്തുക, ക്വാളിറ്റേറ്റീവ് റിസർച്ചിനകത്ത് രേഖപ്പെടുത്തുക. എന്നാൽ പരിമാണാത്മക വിവരങ്ങൾ രേഖപ്പെടുത്തുന്നത്, അതായത് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുന്ന വിവരങ്ങളാണ് രേഖപ്പെടുത്തുന്നത് ഇവിടെ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിനകത്ത്. പക്ഷേ അഞ്ചാമത്തെ പോയിന്റ് എന്താ പറയുന്നത്? നിരീക്ഷണം, അഭിമുഖ സംഭാഷണം എന്നിവയാണ് പ്രധാന വിവര ശേഖരണ രീതികൾ. നമുക്ക് നിരീക്ഷണങ്ങളിലൂടെയോ പരീക്ഷണങ്ങളിലൂടെയൊക്കെ അഭിമുഖ സംഭാഷണത്തിലൂടെയൊക്കെയാണ് എന്ത് ലഭിക്കുക? കൂടുതൽ ഡാറ്റകൾ ലഭിക്കുക എന്ന് പറയുന്നുണ്ട്. പക്ഷേ അഞ്ചാമത്തെ പോയിന്റ് പറയുന്നത് എന്താണ്? സാമൂഹിക ഗവേഷണങ്ങൾ, ചോദ്യാവലികൾ എന്നിവയാണ് മുഖ്യ വിവരണ ശേഖരണം. അതായത് സാമൂഹിക പര്യവേഷണങ്ങൾ, അതുപോലെ ചോദ്യാവലികൾ കൊടുക്കുക, അതൊക്കെയാണ് എന്ത് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിന്റെ ഒരു പ്രത്യേകതയായിട്ട് പറഞ്ഞിട്ട്. അതായത് ചോദ്യാവലികൾ നൽകുക, അതുപോലെ തന്നെ സാമൂഹിക പര്യവേഷണങ്ങൾ എന്നിവയാണ് മുഖ്യ വിവര ശേഖരണ രീതികളായിട്ട് പറയുന്നത്. ആറാമത്തെ പോയിന്റ് എന്താ പറയുന്നത്? ഗവേഷകരുടെ മുൻവിധികളും പക്ഷാപാതപരമായ സമീപനവും ഗവേഷണത്തെ സ്വാധീനിക്കാന്ന് പറയുന്നത്. അതായത് ഗവേഷകന്റെ സ്വഭാവങ്ങൾ, ചിന്താഗതികൾ ഇതിനെ ബാധിച്ചേക്കാം എന്ന് പറയുന്നുണ്ട് കേട്ടോ, അത് മനസ്സിലാക്കി വെക്കാം. ഗവേഷകന്റെ മുൻവിധികളും പക്ഷാപാതപരമായ സമീപനവും ഗവേഷണത്തെ സ്വാധീനിക്കാന്ന് പറയുന്നുണ്ട്. അടുത്ത പോയിന്റ് എന്താ പറയുക? ആറാമത്തെ പുറത്ത് തികച്ചും വസ്തുനിഷ്ഠമായ സമീപനം സ്വീകരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അതായത് നമുക്ക് ലക്ഷ്യാത്മകമായ കാര്യങ്ങൾ നേടാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. തികച്ചും വസ്തുനിഷ്ഠമായ സമീപനം സ്വീകരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിന്റെ ഭാഗമായിട്ട് പറയുന്നത് കേട്ടോ. ഓക്കെ ഡിയേഴ്സ്, നമ്മൾ ഇത്രയും ഭാഗമാണ് നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാനുള്ളത്. വളരെ കുറഞ്ഞ ടൈം കൊണ്ട് തീർക്കണം എന്നുള്ളത് ചിന്ത ഉണ്ടായിരുന്നു. കുറേയൊക്കെ തീർന്നിട്ടുണ്ട്. വളരെ വൈഡായ കാര്യങ്ങളാണ്. നിങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഒന്ന് ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിന് വേണ്ടിയൊക്കെ എന്ത് ചെയ്യാം, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്ന് എനിക്ക് മോട്ടീവ് എന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു, സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ, താങ്ക് യു ഫോർ യുവർ വാച്ചിങ്.